ചൂടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയങ്ക ചേച്ചിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. നമസ്കാരം ചേച്ചി. അറിയാലോ ഹോട്ട് സീറ്റ് ആണ്. അപ്പോഴും ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ചേച്ചിയുടെ ആണെങ്കിൽ പരിഭവം പാർവതി കുട്ടിക്കാലത്ത് ഇങ്ങനെ കാണുമായിരുന്നു. അന്നും ചേച്ചിനെ കാണാൻ ഇതേ സൗന്ദര്യം ഉണ്ടായിരുന്നു, ഇന്നും അതേപോലെ തന്നെ സൗന്ദര്യമുണ്ട്. ചേച്ചി ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഹോട്ട് സീറ്റ് ആയിട്ട് ഇവൻ എന്ത് ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ. അല്ല, നീ പറഞ്ഞതിന് വലിയ കുഴപ്പമൊന്നുമില്ല. കുട്ടിക്കാലം എന്ന് പറയുമ്പോ നീ വളർന്ന് ഇത്രേ ആയുള്ളൂ. ഞാൻ അന്നും നിങ്ങൾക്ക് നിൽക്കുക. അങ്ങനെ ഇനി പോകുമ്പോ എന്റെ പ്രായമാകുമ്പോ നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ആലോചിക്കും. അത് നമുക്ക് ഭാവിയിലോട്ടുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റൂല. അല്ല, അപ്പം ചേച്ചി അങ്ങനെ ആ ഒരു സൗന്ദര്യം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു രഹസ്യം? സൗന്ദര്യത്തിന്റെയോ? എനിക്ക് അത്ര വലിയ സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ദൈവം തന്ന കണ്ണ്, മൂക്ക്, ചിന്തതൊക്കെ യഥാസ്ഥാനത്ത് തരുന്നതാണ് ഒരു സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ എപ്പോഴും മനസ്സിൽ നല്ലത് മാത്രം ചിന്തിക്കുന്നു. അതുകൊണ്ടായിരിക്കും ആ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അതേപോലെ തന്നെ ചേച്ചിയുടെ ചിന്താഗതിയും ഇപ്പോഴും ആ കാലഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോ യൂത്തിന്റെ കൂടെയാണല്ലോ. ആര് പറഞ്ഞു എനിക്ക് അങ്ങനെയാണെന്ന്? ഞാൻ നിങ്ങളെ പോലെ രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഏതാ വർഷം ചേച്ചിക്ക് അറിയോ? ഓ, എന്തിനാ ഞാൻ ഈ വർഷത്തെ കുറിച്ച് കേട്ട കാര്യം? ചേച്ചിക്ക് അറിയണ കാര്യം 2025 ആണല്ലോ. 1947 ഓഗസ്റ്റ് 15 എന്താ സംഭവിച്ചെന്നറിയോ? ഞാൻ അത് അങ്ങനത്തെ വിഷയങ്ങൾ ഞാൻ കൂടുതൽ അതറിയാം. പക്ഷെ എനിക്ക് അത് ഇവിടെ പറയേണ്ട കാര്യമില്ല മോനെ. ഞാൻ പറഞ്ഞത് ചേച്ചിയാണെങ്കിൽ മുമ്പ് ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾ എപ്പോഴും ആണുങ്ങളെക്കാൾ അതായത് കുറച്ച് താന്നു നിൽക്കണം, അതായത് പുരുഷന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, അങ്ങനെയൊക്കെ ചേച്ചി പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചിന്താഗതിയിൽ പറയുന്നത് ചേച്ചിക്ക് ഇപ്പോഴും കാലഘട്ടം മാറിയിട്ടുള്ളത് അറിയാഞ്ഞിട്ടാണോ എന്നുള്ള സംശയം കൊണ്ട് ചോദിച്ചു പോയതാണ് ഞാൻ ഈ ഒരു കാര്യം. മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരു സ്ത്രീ എന്ന് പറയുന്നത് അത് എന്റെ ചിന്താഗതിയാണ്. ഞാൻ എല്ലാവരോടും കാണിക്കാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇതുവരെ ജീവിച്ചു വന്ന ഒരു രീതി വെച്ച് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും എന്റെ ലൈഫ് നന്നായി പോകുന്നുണ്ട്. ഇപ്പൊ നീ ഒരു ആണല്ലേ, നീ വളർന്ന് വലുതായി കല്യാണം കഴിക്കണ്ടേ? അപ്പോ നിന്റെ ഭാര്യ നിന്റെ താഴെത്തി ഒന്ന് മാറി നിന്നാ നിനക്ക് സ്നേഹം കൂടുതലുണ്ടാവും. കാരണം നമ്മൾ എപ്പോഴും ആണുങ്ങൾ ഹെഡ് ചെയ്ത് കൂടുതൽ സംസാരിക്കാനും പെരുമാറാനും നോക്കുമ്പോൾ നമ്മുടെ ഈ കേരളത്തില് അതിന് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് എന്റെ സ്വന്തം അഭിപ്രായമാണ്. അല്ലാത്തൊരു ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ എന്റെ ജീവിതം എപ്പോഴും ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ചേച്ചി ഇപ്പോഴും ശിലായുഗത്തിലെ കാര്യങ്ങളാണ്. ശിലായുഗം അല്ല മോനെ ഇത്. ചേച്ചി ഞാൻ പറയട്ടെ, ഇപ്പം എല്ലാ ആൾക്കാരും ഈക്വൽ ആയിട്ട് ആണും പെണ്ണും ഒരേപോലെ തന്നെ ആണെങ്കിൽ അവർക്ക് പ്രാധാന്യം പരസ്പരം ഈക്വലി റെസ്പെക്ട് കൊടുത്ത് പോകുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ചേച്ചി വന്നിട്ട് പറയുകയാണ് പുരുഷന്, ഇപ്പം എന്റെ കാര്യം തന്നെ ചേച്ചി പറയുമ്പോൾ പോലും ഞാൻ നാളെ ഒരു കല്യാണം കഴിക്കുമ്പോൾ എന്നെക്കാൾ താന്ന് നിൽക്കേണ്ടുന്നവളാണ് എന്റെ ഭാര്യ എന്ന് പറയുന്നത് അതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാകുന്നില്ല. മോനെ, താന്ന് നിൽക്കേണ്ടവൾ എന്നല്ല ഇതിന്റെ അർത്ഥം. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ചേച്ചി അഡ്ജസ്റ്റ്മെന്റ് അല്ല. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ഞാനത് എന്റെ ജീവിതത്തിലെ കാര്യം പറയാം. നിങ്ങൾ മൊത്തത്തിൽ എന്തിനാ ആലോചിക്കണം? ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. അത് നിന്റെ കാര്യം പറയാൻ കാര്യം എന്താ അറിയോ? എന്റെ ലൈഫ് നല്ല രീതിയിൽ ഇപ്പൊ പോകുന്നത് ഞാൻ ഈ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. നിനക്ക് വേണമെങ്കിൽ ആവാം, അല്ലെങ്കിൽ നിനക്ക് ഭാര്യയെ പിടിച്ച് നിനക്ക് തലയുടെ മുകളിൽ കയറ്റി വയ്ക്കുകയോ താഴ്ത്തി വയ്ക്കുകയോ ഒന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ എന്റെ ജീവിതം ഇതുവരെ ഇത്രയും നാളും പോയത് ഞാൻ എന്റെ വീട്ടുകാരെയും എന്റെ ഭർത്താവിനെയും ഒക്കെ റെസ്പെക്ടോട് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ കുറച്ച് താഴ്ന്ന് എല്ലാവർക്കും നിൽക്കും. ആ ഒരു റെസ്പെക്ട്, നമ്മൾ താഴ്മയായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വളരെ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. പക്ഷെ ഒരു ആണായതുകൊണ്ട് അയാളുടെ മുന്നിൽ താണു നിൽക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അതാ ഞാൻ പറഞ്ഞല്ലോ. അത് നിങ്ങളോട് എല്ലാവരോടും പറയണില്ലേ? അപ്പൊ നിന്നെ ഒരു കുഞ്ഞനീനായിട്ട് പറഞ്ഞല്ലോ. എനിക്ക് എല്ലാവരും അങ്ങനെ നിൽക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ എന്റെ കാര്യം ആ ഇന്റർവ്യൂവിൽ പ്രത്യേകം പറയണത് എന്റെ സ്വന്തം അഭിപ്രായം. വേണമെങ്കിൽ എടുക്കാം, എടുത്തവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഇങ്ങനെ എടുക്കാതെ നടക്കുന്ന ആൾക്കാരുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി നോക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഭയങ്കര സന്തോഷം. ഞാൻ ചോദിട്ടെ, നിങ്ങൾ പറയുന്നുണ്ട് സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് തുല്യത വേണം, താഴ്ന്നു കൊടുക്കരുതെന്ന്. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ പുരുഷന്മാർ എന്തുമാത്രം സഹിക്കുന്നുണ്ട്? അതൊന്നും അവന് കാണാറില്ലേ ഒന്നും? എന്തുകൊണ്ടാണ് ഞാൻ ഒരു പ്രശ്നം വന്നു, ഒരു സ്ത്രീയെ മാത്രം എന്താ ഒരു പ്രശ്നം രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഒരു വർഷം കിടന്ന് കറങ്ങിയടിച്ച് വന്നിട്ട് ഒരു സ്ത്രീയുടെ മാത്രം എന്താ മുഖം കാണിക്കാത്ത? എന്താ തുല്യതയില്ലേ? അപ്പോ തീർച്ചയായും ആ ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ ചേച്ചി പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തില് പുരുഷനേക്കാൾ താഴ്ന്നു നിൽക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്കല്ലാതെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ പല കേസസിലാണെങ്കിൽ പോലും സ്ത്രീകളുടെ ആണെങ്കിൽ മുഖം കാണിക്കാറില്ല. എന്ത് കേസ് വന്നാലും ഇപ്പൊ വേടന്റെ ഇഷ്യൂ വന്നപ്പോ പോലും ആണെങ്കിൽ ഇപ്പം വേടന്റെ ഒപ്പം പോയേക്കുന്ന ആൾക്കാരാണ്, അവരുടെ സമ്മതത്തോടെ തന്നെ പോയേക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഒന്നും പേരോ നാളൊന്നും ഇല്ല. പക്ഷെ വേടന്റെ പേരാണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്ത് ആൾക്കാരെ എല്ലാ പുരുഷന്മാരും പോലെയാണ്. ഞാൻ ചോദിച്ചത് അത്തരം വിഷയങ്ങളുള്ള കാര്യമല്ല. ചേച്ചി പൊതുവായിട്ട് പറയാണ് പുരുഷൻ സ്ത്രീയെക്കാട്ടിൽ കുറച്ചുകൂടെ ഒരു ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം. അതായത് സ്ത്രീ ഒന്ന് താഴെ നിൽക്കണം എന്ന് പറയുന്ന ഒരു അടിമത്വം അല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അത് പ്രത്യേകം പറഞ്ഞല്ലോ. അത് സ്നേഹമാണ് മോനെ. പക്ഷെ അത് തിരിച്ചറിയാൻ നീ ഇങ്ങനെ ഒരു ലൈഫിൽ എത്തണം. നമുക്ക് മോനുണ്ടാവും, നമുക്ക് അച്ഛനും അമ്മയുണ്ട്. ആരുടെ?
ഭർത്താവിന്റെ അച്ഛനും അമ്മയും. ആ ഭർത്താവിന്റെ അച്ഛനും അമ്മയും നോക്കുന്നത് എന്റെ കടമയാണ്. അപ്പൊ എനിക്ക് അവിടെ എന്തെങ്കിലും വിഷയം വന്നാൽ ഞാനാണ് അത് മാനേജ് ചെയ്യേണ്ടത്. എന്റെ ഭർത്താവിനെ മനസ്സ് വിഷമിക്കാതെ നോക്കേണ്ടത് എന്റെ കടമയാണ്. അപ്പൊ ഞാൻ ചിലപ്പോ ഒന്ന് കുറച്ച് താഴ്ന്നു നിന്നോണ്ട് ഒരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ മറ്റുള്ളവരെയല്ല പറയണത്, എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യമാണത്. അതായത് നമ്മുടെ കുടുംബത്തില് സ്വസ്ഥതയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഭർത്താവിനെ ബഹുമാനിക്കുകയും ഒരു പടി, എനിക്ക് എന്റെ ഭർത്താവിന് എന്നെക്കാളും മുകളിൽ സ്ഥാനം കൊടുക്കുന്നതിന് യാതൊരു ഇതില്ല. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പണി എടുത്താൽ ജീവിതം നന്നായിട്ട് പോകുന്നു പറഞ്ഞു. കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എടുത്തു നോക്കിക്കോ, എത്ര ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ. എന്തുകൊണ്ടാ? ഒന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി സാലറി കൂടുതലായിരിക്കും, അപ്പൊ അതിന്റെ ഒരു അഹങ്കാരം അവിടെ നിൽക്കും. എല്ലാവരും അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ കാരണം ഞാൻ എന്റെ ലൈഫ് പഠിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. ചുറ്റുപാടിൽ കണ്ടേക്കുന്ന കാഴ്ചകൾ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ ആണെന്നില്ല. ചേച്ചി ഇപ്പൊ പറഞ്ഞത് പ്രകാരം കേരളത്തില് കുറച്ച് കാലഘട്ടം മുന്നേ വരാണെങ്കിൽ ടിപ്പിക്കലി നമ്മൾ കണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഭാര്യ ഇച്ചിരി താന്ന് നിൽക്കുക, ഭർത്താവ് വൈകുന്നേരം മദ്യപിച്ചിട്ട് വരിക. ടിപ്പിക്കലി ഒരു കാണുന്ന ഒരു കാഴ്ചയായിരുന്നു. ഭാര്യ ഇവിടെ താഴ്ന്നു നിന്നിട്ടും ഭർത്താവിന്റെ തല്ല് കൊണ്ടിട്ട് അങ്ങനെ സഹിച്ച് ക്ഷമിച്ച് നമ്മുടെ സമൂഹത്തിൽ കഴിയുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അവർ താഴ്ന്നു നിന്നിട്ടും അവർ വേറെ ജോലിക്ക് പോലും പോകുന്നില്ല, ഭർത്താവ് കൊണ്ട് കൊടുക്കുന്നത് മാത്രം, എന്നിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ താഴ്ന്നു നിൽക്കാനോ കാലിൽ തോട്ടിപ്പോയി കിടക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എപ്പോഴും സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാന്നാ പറഞ്ഞത്. പക്ഷെ അതിന് തുല്യമായിട്ട് നിൽക്കാതെ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആണുങ്ങളായ രണ്ടെണ്ണം അടിക്കണമെന്ന് ഞാൻ പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ഇന്ന് പുറത്താകുമ്പോ മിക്ക ആണുങ്ങളും പറഞ്ഞു, ചേച്ചി പറ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല, കഴിക്കാൻ സമ്മതിക്കാതെ വീട്ടിൽ കിടന്ന് ബഹളം വെക്കുന്ന എത്ര ഫാമിലി എനിക്കറിയാമെന്നറിയോ? ഇവരിങ്ങനെ പറയും തോറും എന്താവും, ഭർത്താവ് എല്ലാം പുറത്തു പോയി തോന്നിയ പോലെ കഴിക്കാൻ നിൽക്കും. അതിനൊന്നും ആവശ്യമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഭാഗത്ത് എന്റെ ഭർത്താവ് മാത്രമല്ല, എല്ലാ പുരുഷന്മാർക്കും ഞാൻ ഒരു പിടി സ്ഥാനം മൂളി കൊടുക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അത് എന്റെ അഭിപ്രായമാണ്. ഞാൻ എന്തിനാ മറ്റുള്ളവരുടെ കാര്യം നോക്കണത്? എനിക്ക് മറ്റുള്ളവരുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല. എന്റെ അഭിപ്രായം ഇപ്പോഴും ഞാൻ പറയുന്നു. എന്റെ ഭർത്താവ് മാത്രമല്ല, അച്ഛനായാലും പുറത്തുള്ള എന്റെ ബ്രദർ ആയാലും ആരായാലും ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ റെസ്പെക്ട് എന്ന് പറയുന്നത് താഴ്ന്നു കൊടുക്കലല്ല, സ്നേഹമാണത്. പക്ഷെ ആ ഒരു സ്നേഹത്തില് സ്ത്രീ കൊടുക്കുന്ന സ്നേഹം എന്തോ അയാൾക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് തന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലും പുരുഷൻ കൊടുക്കുന്നത് എന്തോ ഔദാര്യം പോലെ എന്നുള്ളൊരു കാര്യമാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ എന്താണെങ്കിലും ചേച്ചിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നവർക്കും അവരുടേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ മദ്യപിക്കുന്ന ഒരാണായി കഴിഞ്ഞാൽ രണ്ടുപേർക്ക് അടിക്കണം എന്ന് ചേച്ചി പറയുന്നത് ഏതൊരാളുടെ പറയും. 10 വർഷം സ്വന്തം മകനെ നോക്കാൻ വേണ്ടിയിട്ട് ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്ന അത്രയും കിടിലായിട്ടുള്ള ഒരു അമ്മയാണ് ചേച്ചി. അപ്പൊ ആ ഒരു അമ്മ തന്റെ മകന്റെ അടുത്ത് പറയും, മോനെ എടാ ആണുങ്ങളായ 2 എണ്ണം അടിക്കണം, നീ പോയി 2 എണ്ണം അടിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയൂ. എന്റെ മോനെ നീയാണ് ഇപ്പൊ പഴയ ലോകത്ത് നിൽക്കുന്നത് കേട്ടോ. എന്റെ മോനൊക്കെ ഇന്ന് അവനറിയാം വെള്ളം എന്താണ്, അടിക്കണ എങ്ങനെ വേണോ, അവന്റെ തീരുമാന. അവൻ വേണി ഒളിച്ചുപോയി അടിക്കുമായിരിക്കും, അമ്മ പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, നീ പഴയ കാലത്ത് നിൽക്കപ്പോ. എന്റെ മോനൊക്കെ ഇപ്പൊ അറിയാം അടിച്ചാൽ എന്താണ്, എന്താ കുഴപ്പമൊന്നും. എന്റെ വീട്ടിൽ എന്റെ ഭർത്താവ് അടിക്കുന്നത് ഞങ്ങൾ ഒരു മിനിറ്റ് അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, പുരുഷനും സ്ത്രീ ഒരേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സമയമാണ് ഇത്. ഒരേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈക്വൽ ആയിട്ട് ഒരേപോലെ ഉപയോഗിക്കുന്ന സമയമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെ അറിയാം, എല്ലാ ആൾക്കാർക്കും അറിയാം ഇത് ഉപയോഗിക്കണോ വേണ്ടോ, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം വളരെ കൃത്യമായിട്ട് ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാം. മോനെ നിന്റെ പ്രായത്തിനേക്കാളും കുറവാ എന്റെ മോന് 15 വയസ്സായിട്ട്. അവൻ നല്ല തിരിച്ചറിവുണ്ട്. അവൻ കഴിക്കാനില്ല, അവന്റെ അച്ഛൻ കഴിക്കാനില്ല, അവന്റെ വീട്ടിൽ ആര് കഴിക്കാനില്ല, അവനറിയാം. അവൻ ഈ പ്രായത്തിൽ നല്ല അറിവുണ്ട്. പഴയ കാലമല്ല ഇത്. നീ പഴയ കാലത്ത് ഇപ്പൊ സംസാരിക്കുന്നത്. നീയാണ് പഴയ ആളല്ല, ഞാനല്ല. ഞാൻ പറഞ്ഞ ഇപ്പോഴും ഞാൻ പറയുന്നത് എത്ര കാലം മുന്നേ സിനിമകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗ്. ഇല്ല, ഞാനത് തുറന്നു പറഞ്ഞത് എന്തുകൊണ്ടാണ്, എന്റെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഈ ആണുങ്ങൾ അടിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്ന ഭയങ്കര ബഹളമാണ്. അയ്യോ നിങ്ങൾ വെള്ളം അടിച്ചില്ലേ, നിങ്ങൾക്ക് ആ പൈസ നമുക്ക് അത് വാങ്ങാൻ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കാലമൊക്കെ മാറി. അതാ പറഞ്ഞ ഇന്നത്തെ നിനക്ക് മാറിയും തോന്നുന്നുണ്ടോ? മാറ്റങ്ങൾ ഒരിക്കലും മാറിയിട്ടില്ല. ഇന്നും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്താണ്, ഇന്നത്തെ കാലത്ത് 2 എണ്ണം വീട്ടിലിരുന്ന് കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവർ പുറത്തു പോകും, കൂട്ടുകാരന്മാരായിട്ട് കഴിക്കും, ടച്ചിങ്സ് മേടിക്കും, ഒരു കുപ്പി എന്നുള്ള ഒറ്റ ദിവസം കൊണ്ട് തീർക്കും. മറ്റേത് വീട്ടിൽ നിന്ന് 2 എണ്ണം കഴിച്ചാൽ ആ കുപ്പി അവിടെ ഇരിക്കും, ഒരു 3 ആഴ്ച പോകും. ടച്ചിങ്സ് നമ്മളാ വാങ്ങിച്ചു കൊടുക്കുന്നത്. മുഴുവൻ പറയട്ടെ, ടച്ചിങ്സ് നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. വീട്ടിലെന്ത് സമാധാനമാണ്. അതിന് ആരും സമ്മതിക്കാതെ ഭാര്യമാര് ചെയ്യരുത്. അവരെ ഒളിച്ചായാലും കൂടുതൽ കഴിക്കും. വരുന്ന വഴിക്ക് വെള്ളം ഒടിച്ച് വരുമ്പോൾ പോലീസ് പിടിക്കും. ഇതൊക്കെ നമുക്കാണ് മാനസിക. എന്റെ ഭർത്താവ് വെള്ളം ഒടിച്ച് പുറത്തു പോയിട്ടുണ്ട്, ഈ തിരിച്ചു വരുന്നവരെ എനിക്ക് ടെൻഷനാ. കാരണം എന്താ വെച്ചാൽ അയ്യോ വല്ല പ്രശ്നം വരുമോ, എന്തിനാണ് അങ്ങനെയൊക്കെ നിൽക്കുന്നത്? അതാ ഞാൻ പറഞ്ഞ, സ്നേഹം കൊടുത്ത് അങ്ങേരോട് പറയേ ഇവിടുന്ന് കഴിച്ചോട്ടോ, കുപ്പി ഞാൻ മേടിച്ചോണ്ട് വരാം എന്ന് പറയുന്ന ഒരു ഭാര്യയാണ് ഞാൻ. ചേച്ചി പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടോ ഉൾക്കൊള്ളാഞ്ഞിട്ടല്ല ഞാൻ ഈ പറയുന്നത്. തീർച്ചയായിട്ടും അവർക്കറിയാം എന്ത് ചെയ്യണം. ചേച്ചി പറഞ്ഞ ആ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല പറയുന്നത്. പക്ഷെ ചേച്ചി പറഞ്ഞൊരു കാര്യം കണ്ടിട്ട് എന്റെ മോൻ നീ ചോദിച്ച ചോദ്യം അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചേച്ചി. ചേച്ചി ജനറലൈസ് ചെയ്താണ് പറഞ്ഞേക്കുന്നത്.
ആണുങ്ങളായി കഴിഞ്ഞാൽ 2 അടിക്കണം. എല്ലാ ആണുങ്ങളും അടിക്കുന്ന ആൾക്കാരല്ല. അപ്പൊ അടിക്കാത്ത ആൾക്കാരൊക്കെ എന്താ ആണുങ്ങളല്ലേ? അല്ല, അതല്ലല്ലോ ചിന്തിക്കേണ്ടത്. ആണുങ്ങളെ ഞാൻ അപ്പോഴും പറയുന്ന ഒരു വേർഡുണ്ട്, ഇത് എന്റെ മനസ്സിന്റെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ലോകം മുഴുവൻ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാം അടിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത് വെച്ചാൽ ഇന്ന് നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാർ നോക്കി, ഒരു കൂലിപ്പണിക്ക് പോകുന്നവനെ വൈകിട്ട് വരുമ്പോൾ ഒരു ചെറിയ ഒരു പൈന്റ് ബെഗ് ഇതൊക്കെ മേടിച്ചിട്ടാ വരണം. എന്തുകൊണ്ടാ? അവന്റെ ശരീരക്ഷീണം മാറ്റാൻ അവൻ വീട്ടിൽ വന്ന് ഇത് കഴിക്കുന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിൽ എന്താ തെറ്റ്? ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ബെഗ് അടിക്കാന്ന്. ശരി, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ജീവിതത്തില് ഒരു 20 വർഷത്തോളം അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു ഭൂരിഭാഗം കാര്യങ്ങൾ ഇങ്ങനെ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് അത്രത്തോളം ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് താങ്കൾ എന്ന് സ്വയം പറയുന്നു. സത്യത്തിൽ അങ്ങനെ ശരിക്കും ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ? അത് ഞാൻ ബോൾഡ് ആവാനോ? കാരണം ജീവിക്കണ്ടേ, ബോൾഡ് ആവാതെ എന്ത് ചെയ്യാനാ? എനിക്ക് കണ്ടിട്ടൊരു എന്തൊക്കെയോ പേടികളുള്ളിൽ എനിക്ക് തന്നെ അടുത്ത് പരിചയമില്ലാത്തോണ്ടാ. നല്ല പരിചയമായിട്ട് ഒരു ഗ്രനേഡിന്റെ പിന്നൂരിയിട്ട് ഇപ്പൊ പൊട്ടു ആര് പറഞ്ഞു? ഒന്നുമില്ല. എനിക്ക് നല്ല തന്റെ ഇടം, നല്ല ധൈര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇനി ആ ബോംബ് എന്താണ്? എന്തിനു ഞാൻ ബോംബ് പൊട്ടിക്കുന്നത്? എനിക്കൊരു ബോംബ് പൊട്ടിച്ചൊരു കുടുംബം കലക്കലല്ല എന്റെ പരിപാടി. അത് പറഞ്ഞിട്ട് എനിക്ക് കാശ് വാങ്ങലല്ല എന്റെ പരിപാടി. ഞാൻ പറഞ്ഞു എന്നുള്ളൂ ശരി ആ സമയത്ത്. പക്ഷെ എനിക്കിപ്പോഴും തോന്നുന്നത് എന്താ അറിയോ, അവരുടെ പുറകിലെ സ്ത്രീ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അമ്മയുണ്ട്, ചിലപ്പോ ഒരു കുട്ടി പെൺകുട്ടിയായിരിക്കും, അവർക്ക് വളർന്നു വന്നൊരു കല്യാണമുണ്ട്. ഇത് അവൻ മോനാണ്, ഈ മോൻ കെട്ടിച്ചു കൊണ്ടുവന്നൊരു മോളാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമ്മള് അതൊന്നും പുറത്ത് പറഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ അത് ചെയ്തിട്ടുള്ള ആള് മനസ്സിലാക്കണം. എന്ത്, ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, തെറ്റായി പോയി കണ്ടോ. അവരുടെ നല്ലതുകൊണ്ട് അവർ പേര് പറയുന്നില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇതിന് ഒരു നേട്ടം കിട്ടാനെന്നല്ലോ. എനിക്കൊരു പേടിയില്ല മോനെ ലോകത്ത് ജീവിക്കാൻ. അല്ല, ചേച്ചിയുടെ മനസ്സിന്റെ വലിപ്പം കൊണ്ട് മറ്റൊരാളുടെ ഫാമിലി, അവിടെ അവർക്കൊരു ഭാര്യയുണ്ട്, അമ്മയുണ്ട്, കാര്യങ്ങൾ പറഞ്ഞാൽ നല്ലൊരു മനസ്സിന്റെ ഓർമ്മ അങ്ങനെയാണ്. പക്ഷെ ഇത്തരത്തില് ഇങ്ങനെ വിക്ടിമായിട്ടുള്ള പല ആൾക്കാരും ഇപ്പോഴും ട്രോമയിലൂടെ കടന്നു പോകുന്ന എത്ര ആൾക്കാരുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ട് പോയത് അവരുടെ ജീവിതമാണ്. അപ്പം അങ്ങനെ നഷ്ടപ്പെട്ടേക്കുന്ന പല ആൾക്കാരുണ്ട്. അവരും ഇതുപോലെ ഒക്കെ ഇവർക്കൊരു ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചില അറിയുന്ന കാര്യങ്ങൾ പോലും പുറത്തു പറയാതെ ഇങ്ങനെ നടക്കണം എന്നുള്ളൊരു കാര്യം ചേച്ചിയുടെ മനസ്സിലുണ്ട്? ഒരിക്കലും ഇല്ല. പറയേണ്ട കാര്യങ്ങൾ എപ്പോ പറയണം അറിയോ? തുടക്കത്തിലേ പറയണം. അല്ലാതെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് എന്നൊന്ന് പറഞ്ഞു നോക്കാം, അതിനോട് എനിക്ക് യോജിപ്പില്ല. എന്ത് കാര്യം നടക്കണോ സ്പോട്ടിൽ പ്രതികരിക്കണം. ഞാൻ സ്പോട്ടിൽ പ്രതികരിക്കുന്ന ഒരാളാണ്. ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, പറക്കണല്ലോ ഇറങ്ങി പോയിട്ടുമുണ്ട്. അത് എന്റെ വിജയമാണ്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? എനിക്ക് സ്പോട്ടിൽ പ്രതികരിക്കാൻ അറിയാം. എനിക്ക് സിനിമയല്ല ജീവിതം. എനിക്ക് സിനിമയിൽ വേറെ ജോലി ചെയ്യാൻ അറിയാം. എന്റെ ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കും. എനിക്കൊരു വിഷയമില്ല ആ കാര്യത്തില്. അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്നവർക്കായിരിക്കും കുറെ വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും ഉണ്ടാക്കാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ല, അത്തരത്തിൽ ചേച്ചി പലപ്പോഴും മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ മീഡിയ അറ്റൻഷൻ ഒന്നും പറയില്ല മന, അതൊക്കെ വേറെ ആരെങ്കിലും പറയാം. എനിക്കൊരു അറ്റൻഷന്റെ കാര്യമില്ല. പിന്നെ അങ്ങനെയെങ്കിൽ മലയാള സിനിമ ഇപ്പം AMMA ഈ ഒരു സംഘടന മുഴുവനായി AMMA എന്ന് പറയല്ലേ, എനിക്കൊക്കെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയാണ്. നീ സമ്മതിക്കില്ല. പക്ഷെ ഇതേ സംഘടനയിൽ തന്നെ അല്ലേ ഇത്തരത്തിലുള്ള ഇപ്പം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരികയും നിങ്ങൾ പല കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്, ബോംബ് പൊട്ടിക്കാനുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് ജനങ്ങൾ ഈ പ്രേക്ഷകർ കാണുന്നതാണല്ലോ ഓരോ നടന്റെ ആണെങ്കിലും ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ഈ പ്രേക്ഷകർ തന്നെ അമ്മയെന്ന് വിളിക്കാനല്ല, കുഞ്ഞമ്മയെന്നും അമ്മായിയമ്മയെന്നൊക്കെ വിളിക്കാനാ തോന്നുന്നത് പ്രേക്ഷകർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. കമന്റ് ബോക്സിൽ നോക്കിയാൽ പോലും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് AMMA എന്ന് തന്നെയാണ് എനിക്ക് വിളിക്കാൻ തോന്നിയിട്ടുള്ളത്. മോനെ AMMA എന്നോ കുത്തിട്ടോ കോമയിട്ടോ എന്ത് വേണേ വിളിച്ചോ, ഞങ്ങളെ സംബന്ധിച്ച് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഞങ്ങളുടെ ജീവൻ തന്നെയാണ്. കാരണം അതിനകത്ത് കുറെ ആളുകളുണ്ട്. ഈ കുറെ ആളുകൾക്ക് ഇപ്പോ അമ്മ കൊടുക്കുന്ന ഓരോ സഹായങ്ങളും കൊണ്ട് ജീവിച്ചു പോകുന്നു, മരുന്ന് വാങ്ങിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. വളരെ നല്ല കാര്യം. അപ്പൊ അതുകൊണ്ട് അതിൽ കുത്തും കോമയിട്ട് ആര് വിളിച്ചാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ അമ്മയ്ക്ക് തന്നെ തീർക്കാനാ തയ്യാറാവണം. പക്ഷേ ഇത് ലോകം മൊത്തം അറിഞ്ഞില്ല. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും മോനെ? നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാരല്ലേ, അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറെ ഇതുപോലെയുള്ള ചാനലുകാരെ ആൾക്കാർക്കൊക്കെ ജോലി വേണ്ടേ? നീ എന്താ അങ്ങനെ പറയണത്? അവർ കൊണ്ടുപോയി കുത്തും കോമയൊക്കെ ഇട്ട് വിളിച്ചോ സംസാരിച്ചോ ആൾക്കാരിൽ എത്തിക്കട്ടെ. പക്ഷെ ഞങ്ങൾക്കൊക്കെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാ. അത് ഈ അമ്മയിൽ തന്നെയല്ലേ ഇത്രയും നാറിയ കഥകളൊക്കെ. ശരി മോനെ, ഈ നാറിയ കഥ എന്ന് പറയണില്ലേ, നീ വേറൊരു സമൂഹത്തിൽ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡ് എടുക്കുക, അവിടെ ഇതിനേക്കാളും വലിയ നാറിയ കഥ ഉണ്ടാവും. ഞങ്ങളെ പോലെയുള്ള അറിയുന്ന ആൾക്കാരാവുമ്പോ ഈ നാറിയ കഥകൾ പുറത്ത്, നീ പറഞ്ഞ നാറിയ കഥയല്ല അത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് വരുമ്പോ പെട്ടെന്ന് റീച്ച് ആവും. പക്ഷെ ഇതുപോലെ എന്തെല്ലാം സ്ഥലങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നിനക്കറിയോ? അത് ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ തന്നെ ചേച്ചി പറയുന്നുണ്ട്, ഞങ്ങളെ കുറച്ച് ആൾക്കാർ അറിയുന്നത് കൊണ്ടാണ് ഇത്രയും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കിന് സിനിമ അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർ കുറച്ചുകൂടെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ പല ആൾക്കാർക്ക് മാതൃക എന്നുള്ള രീതിയിൽ പല ആൾക്കാരും ഫാനായിട്ട് അങ്ങനെ ഭയങ്കര ഡൈഹാർഡ് ഫാനായിട്ട് ഇറങ്ങുന്ന പല ആൾക്കാരുണ്ട്. അവരെ കണ്ടിട്ടാണ് പല ആൾക്കാരെ അനുകരിക്കുന്ന പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാർ അവരുടെ ഒരു സംഘടനയിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നിങ്ങളൊക്കെ അവിടെ നടക്കുന്ന കണ്ടില്ലേ, ഇവിടെ നടക്കുന്നത് കണ്ടില്ലേ എന്ന് പറയാറില്ലല്ലോ. ഞങ്ങളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ തന്നെ പറഞ്ഞു തീർക്കും.
ഞങ്ങൾക്ക് അറിയാം, അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ തീർക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു മാവില് ഒരു 100 മാങ്ങയുണ്ട്, അതിൽ ഒരെണ്ണം ചീഞ്ഞു വെച്ച് മൊത്തത്തിലും കല്ലെറിയാൻ നമ്മൾ സമ്മതിക്കില്ല. അല്ല, 1 or 2 ചീഞ്ഞുമായിരിക്കും എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും ഇതെങ്ങനെയാണെന്നാണ് അത് നിങ്ങൾക്ക് തോന്നണതല്ലേ. എങ്കിൽ എന്തുകൊണ്ടാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പല ആളുകളുടെ പേരോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എന്തുകൊണ്ട് പുറത്തോട്ട് വന്നില്ല? ആരാ പുറത്തോട്ട് വന്നില്ല പറഞ്ഞേ? വന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ, അതിനുള്ള നടപടി എടുക്കും ചെയ്തല്ലോ. എന്താ വന്നിട്ടില്ലെന്ന് പറയണേ? അതൊക്കെ ഹേമ കമ്മിറ്റി എന്താണ് അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ പോയി ചോദിക്കുക, അല്ലാതെ ഞങ്ങൾക്ക് അതിന്റെ പുറകെ നടക്കാൻ നേരെയില്ല. അപ്പം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വാസ്തവം ഉണ്ടെന്നുള്ളതല്ലേ? ഉണ്ടെങ്കിൽ അത് കേസും കോടതിയല്ല മോനെ. ഞാൻ ഇരുന്നിട്ട് അവൻ അങ്ങനെയാണ് ചെയ്യുമെന്ന് പറയാൻ നമുക്ക് മീഡിയയുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബോംബ് പൊട്ടിക്കാനുണ്ട്, ഇങ്ങനെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്, ചേച്ചി വളരെ കൃത്യമായിട്ട് അവിടെ പ്രതികരിക്കാൻ ചെയ്തിട്ടുണ്ട്. അത്രയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇല്ലാന്നെങ്ങനെയാണ് പറയുന്നത്? ആരെ ഇല്ലെന്ന് പറഞ്ഞേ മോനെ? ഈ ഫീൽഡിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഉണ്ട്, ഞാനൊരു സിനിമയിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്, ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എന്താണ് എന്റെ ചങ്കൂറ്റാണ്. അത് സ്പോട്ടിൽ പ്രതികരിക്കാൻ പഠിക്കണം നമ്മള്. കാരണം ഇതല്ല ലോകം. നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പിടിച്ച് സംസാരിക്കുന്നതോട് എനിക്ക് യോജിപ്പില്ലെന്ന് ഞാൻ പറഞ്ഞേക്കണേ. ഈ ആരാ പറഞ്ഞ സിനിമാ ഫീൽഡിലൊന്നും പ്രശ്നങ്ങളില്ലെന്ന്? ഞാൻ പറഞ്ഞോ? നീ കേട്ടിട്ടുണ്ടോ? ഏതിനേലും കേട്ടിട്ടുണ്ടോ? അല്ല, ചേച്ചിയല്ലേ കുറച്ച് മുന്നേ പറഞ്ഞത് അമ്മയാണ് ഇവിടെയുള്ള പ്രശ്നം ഞങ്ങൾക്കുള്ളിൽ ഇരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്. അതിപ്പോ ഞങ്ങൾ എല്ലാവരും ആലോചിച്ച് ചെയ്യുന്ന കാര്യം. ഹേമ കമ്മിറ്റി വന്ന് അമ്മയിൽ പ്രശ്നങ്ങളില്ലെന്ന് ഞാൻ പറഞ്ഞോ? അമ്മയിൽ പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നിട്ടില്ലേ? ഞാൻ അത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാന്ന് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല. ഇതുപോലെ പ്രശ്നം അമ്മയിൽ മാത്രമല്ല മോനെ, നീ അങ്ങനെ പറയല്ലേ. ഓരോ ഫീൽഡിലും അവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളെക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് എങ്ങനെ കാണിച്ചു? നീ എങ്ങനെ കാണിച്ചെന്നാ പറയണേ? എന്താ നമ്മൾ കാണിച്ചിട്ടുള്ളത്? ഞാനേ പറഞ്ഞു ചേച്ചിക്ക് ഒരു ബോംബ് പൊട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും നാളായിട്ട് പൊട്ടിക്കാത്തൊരു ബോംബ് വെച്ച് ചേച്ചി അത് കുറെ പേര് പറഞ്ഞിട്ടില്ലേ? എന്റെ സ്വന്തമായിട്ട് അഭിപ്രായം ഞാൻ പറഞ്ഞത്. എന്റെ മനസ്സ് അതാണ്. എന്താണ്? എനിക്ക് ഒരാളെ ഉപദ്രവിക്കാനും ഫാമിലി, അവരുടെ അമ്മ, പ്രായമായ അമ്മ മനസ്സാണത്. അപ്പൊ പിന്നെ അത് എല്ലാവർക്കും അങ്ങനെ നല്ല മനസ്സുള്ള ഒരു വ്യക്തി പിന്നെ എന്തിനാണ് എനിക്ക് ബോംബ് പൊട്ടിക്കാൻ എന്ന് പറയുന്നത്? ഒരു മീഡിയ അറ്റൻഷൻ അല്ല, അറ്റൻഷന് വേണ്ടിയിട്ടല്ല, ആ പറയുന്ന വ്യക്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ എനിക്ക് മീഡിയ അറ്റൻഷൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ. എന്താ ആവശ്യം എനിക്ക് മീഡിയ അറ്റൻഷൻ? കാര്യം പറഞ്ഞപ്പോ എന്താ അയാളുടെ മുഖത്തേക്ക് പറയല്ല, എല്ലാവരും അറിയണോ അത്? നാളെ വരുന്ന തലമുറയ്ക്ക് ഞാൻ പറയട്ടെ, എല്ലാവരും പറയുമ്പോ എന്താ ഉണ്ടാവുക? നാളെ വരുന്ന തലമുറയ്ക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പ്രതികരിക്കും എന്നാ എനിക്ക് അമ്മയെ വിളിച്ച് പറയണ്ടേ? ബോംബ് പൊട്ടിക്കും ഞാൻ പറഞ്ഞില്ല, പിന്നെ ഞാൻ വിട്ടല്ലോ അത്. ഞാൻ ഒരു ബോംബ് പൊട്ടിക്കാനും നിന്നില്ല. പലരും വിളിച്ചു ചോദിച്ചു, എനിക്ക് താല്പര്യമില്ല. അവിടെയാണ് ഞാൻ ചോദിച്ചത്, അതൊരു മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ട് മാത്രം. അന്ന ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഈ മീഡിയ അറ്റൻഷൻ നിങ്ങൾ പറയണ പോലെ ഫുൾ ചാനലുകൾ ഞാൻ നിറഞ്ഞു നിന്നേനെ. ഞാൻ ഒരു ചാനലിലും ഇന്റർവ്യൂ എടുക്കാൻ, ഒരു വാർത്തയിലും ഞാൻ പോയിട്ടില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയേണ്ട ഒരു ചാനലിൽ പറഞ്ഞു, അത് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതനുസരിച്ച് അയാൾ ജീവിക്കട്ടെ. ഇനി ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്ത് നടക്കരുത്. അത്രയും ആഗ്രഹം ഉണ്ടായിട്ടില്ല. അല്ലാതെ ആ കുടുംബം കുളം തോണ്ടാൻ എനിക്ക് താല്പര്യമില്ല. മനസ്സിലായോ? ഞാനും ഒരു സ്ത്രീയാണ്, അമ്മയാണ് ഞാൻ. എന്റെ മോൻ വളർന്നു ഒരു ഭാര്യയെ കൊണ്ടുവരും, ഒരു പെൺകുട്ടിയാണത് അല്ലേ? അപ്പൊ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇനി ഞാൻ അത് ഉണ്ടാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെ നിരന്തരമായിട്ട് വിവാദങ്ങളിൽ പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഈ കടന്നു പോയിക്കുന്ന ഇങ്ങനെ നിരന്തരമായിട്ട് അടിക്കടി വിവാദങ്ങൾ വരുന്നത് എന്തെങ്കിലും ആവശ്യങ്ങൾക്കുണ്ട്, അതായത് പൈസ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത്തരം വിവാദങ്ങൾ. എന്താ മോനെ എന്നെ കൊണ്ട് കൂടുതൽ വിവാദം ഉണ്ടായിട്ടുള്ളത് ഒന്ന് പറഞ്ഞുതരാമോ? അല്ല, ഇപ്പം കാവേരി അതെന്താ കേസ് വന്നു, അത് നിരപരാധിയാണെന്ന് കോടതിയിലിരിക്കുന്ന മജിസ്ട്രേറ്റിന്റെ അമ്മയുടെ മോനൊന്നും അല്ല അല്ലേ? അങ്ങനെ അങ്ങ് വെറുതെ നിരപരാധിയെന്ന് പുറത്തുവിടാൻ അവരാലോചിച്ച് എല്ലാം കണ്ട് എല്ലാം തെളിവില്ലാന്ന് കണ്ടിട്ടാണ് എന്നെ നിരപരാധിയാണെന്ന് പറഞ്ഞത്. അപ്പോ അതുപോലെയുള്ള വേറെ എന്താ ഉള്ളത് എന്നെ കുറിച്ചുള്ള പറഞ്ഞത്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, മുമ്പ് ഇതേ കാവേരി കേസായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മുൻകാലങ്ങളിൽ നല്ലൊരു സുഹൃത്തായിരുന്ന ആ ഒരു വ്യക്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. അപ്പം നിങ്ങൾ പറഞ്ഞു എന്നൊരു കാര്യം മാത്രമാണ് പ്രശ്നങ്ങളായിട്ട് പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രയും നല്ലൊരു സുഹൃത്തായിട്ട് നിങ്ങൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് ഈ സുഹൃത്തിൽ നിന്നാണ്. നിങ്ങൾ നല്ല ബന്ധത്തിൽ നിന്നേക്കുന്ന ആൾക്കാരായിരുന്നു. അവിടെ വന്നേക്കുന്ന ആരോപണം ഇത് തന്നെയായിരുന്നു, നിങ്ങൾ പൈസ ചോദിച്ചു എന്നുള്ള കാര്യം. ആര് ചോദിച്ചു? ആര് പറഞ്ഞു? അതല്ലേ തെളിവ് വന്നത്? അങ്ങനെ ചോദിച്ചിരുന്ന് മജിസ്ട്രേറ്റ് വിധി പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ഇപ്പൊ തനിക്ക് നാളെ തന്നെ ആരോപണം ഉണ്ടാവാം. ഞാൻ പറയട്ടെ, തനിക്ക് നാളെ തന്നെ വേണേ ഈ സെക്കൻഡ് വേണ്ടി തനിക്ക് ആരോപണം ഉണ്ടാവാം. അത് ഫേസ് ചെയ്യാൻ പഠിക്കണം. 20 വർഷം ഞാൻ ഫേസ് ചെയ്തു. 20 വർഷം ഫേസ് ചെയ്തപ്പോൾ ഞാൻ അന്തസ്സായിട്ട് തന്നെ എന്റെ കുടുംബമായിട്ട് തന്നെ ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഞാൻ പിരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇന്നും എന്റെ കുടുംബം, എന്റെ വീട്ടുകാർ, എന്റെ ബ്രദറൊക്കെ എന്റെ കൂടെ തന്നെയാ. കാരണം എന്താ? ഞാൻ ഒരിക്കലും അത് അങ്ങനെ ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഉണ്ടായിരുന്ന ആരാണ് ഞാൻ വ്യക്തമായിട്ട് പറയാം, ക്രൈം നന്ദകുമാർ തന്നെയാണ്. അത് അങ്ങനെ വന്നുപോയി. പക്ഷെ ഞാനിപ്പോ അതൊന്നും ചിന്തിക്കാറില്ല. കാരണം എന്താ അറിയോ? 20 വർഷം പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് 20 വർഷം കൂടി ദൈവം തിരിച്ചു തന്നിട്ടുണ്ട്.
കാരണം ആ ഒരു ഫിസിക്കലി ഞാൻ ഇപ്പോൾ ഇരിക്കണം, ആ മൈൻഡോടുകൂടി ഞാൻ ഇരിക്കണേ. എനിക്ക് ആ 20 വയസ്സ് കൂടിയിട്ടില്ല, ഞാൻ 20 വയസ്സ് ബാക്കോട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താ, എന്റെ മനസ്സാണത്. അല്ല, പക്ഷെ 20 വയസ്സ് ബാക്കിലോട്ട് മനസ്സുണ്ടെന്ന് പറഞ്ഞ വ്യക്തി തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഭർത്താവ് ഈ പറയുന്ന പോലെ ഭാര്യയെക്കാൾ കുറച്ചുകൂടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം, ഭാര്യ കുറച്ച് താഴെ നിൽക്കണം എന്ന് പറഞ്ഞൊരു കാര്യം. ആയിക്കോട്ടെ, അതൊന്നായിട്ട് എന്തിനാ ക്ലബ് ചെയ്യുന്നത്? അല്ല, ഞാൻ പറഞ്ഞ എന്താ, അല്ല മനസ്സിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ, അത് നിനക്ക് മനസ്സിലായി. നീ വേറെ സ്ഥലങ്ങളിലേക്ക് പോകല്ലേ. ഞാൻ എന്താ പറഞ്ഞത്, 20 വർഷം എന്റെ പോയി, നല്ല സമയം ആണോ? അത് ഞാൻ അതാണ് പറയട്ടെ. ഈ 20 വർഷം താങ്ങ് നല്ലതായിട്ട് എന്റെ ഭർത്താവ്, എന്റെ കുടുംബം എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ 20 വർഷം കൊണ്ട് എനിക്ക് 20 വയസ്സ് കൂടുവോ? കൂടില്ലേ? പക്ഷെ എനിക്ക് കൂടിയിട്ടില്ല. ഞാൻ 20 വയസ്സിൽ ബാക്കോട്ട് വന്നത്. ചേച്ചിയുടെ ചിന്താഗതി അവിടെ തന്നെ നിൽക്കുകയാണ്, അതിന് വളർച്ച വന്നിട്ട്. ചിന്താഗതിയല്ല, നീ ചിന്താഗതിയിലേക്ക് പോവല്ലേ മോനെ. ഞാൻ എന്റെ പ്രായത്തിന്റെ കാര്യം പറയാം. എനിക്ക് അതുകൊണ്ടുള്ള വിഷമം ഉണ്ടായിട്ടില്ലെന്ന്. 20 വർഷം ഞാൻ അനുഭവിച്ച വിഷമം എനിക്ക് വിഷമമല്ല, മനസ്സിലായോ? ഞാൻ ജീവിക്കുകയാണ്, എനിക്ക് അതിന് യാതൊരു പ്രശ്നമില്ല. എത്ര ആളുകളുടെ അടുത്ത് കടം ചോദിച്ചിട്ടുണ്ട് ഇതുവരെ? അത് ഇഷ്ടംപോലെ കടവും മേടിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവിക. അതിനിപ്പോ തെറ്റായിട്ട് എനിക്കൊന്നും പറയാനില്ല. എല്ലാവരും കടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും, അതിനെന്താ തെറ്റ്? ഇല്ല. അവിടെയാണ് ഞാൻ ചോദിച്ചത്, നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് കടം ചോദിക്കുക വാങ്ങാന്നൊക്കെ പ്രശ്നമല്ല, പക്ഷെ അതിനപ്പുറത്തോട്ട് ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവും. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, അതിനപ്പുറത്തോട്ട് കൂടുതൽ പൈസ നമ്മളിലോട്ട് എത്തി നമുക്ക് തിരിച്ചു കൊടുക്കാതെ വരുമ്പോഴല്ലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ. എന്ത് പ്രശ്നങ്ങൾ കൂടുതലുണ്ടായി എനിക്ക്? അല്ലെങ്കിൽ പിന്നെ ചേച്ചി എത്രയോ ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ടത്, അത് എന്തുകൊണ്ടാണ് ആ കാര്യം? എനിക്ക് എത്രയോ ആൾക്കാർക്ക് പൈസ കൊടുക്കണം, നിനക്ക് എങ്ങനെ അറിയാം? അല്ല, ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞല്ലേ, കുറെ ആൾക്കാർ ഇപ്പൊ കടം കുറെ ആൾക്കാരെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല മോനെ ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു ബിസിനസ് ചെയ്തിരുന്നു, ആ ബിസിനസ് എനിക്ക് ഫ്ലോപ്പായി. കുറെ പേർക്ക് ഞാൻ പൈസ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അധ്വാനിച്ച് നല്ല രീതിയിൽ തന്നെ കൊടുത്തു തീർക്കുന്നതാണ്. അല്ലാതെ ഞാൻ പറയട്ടെ, എല്ലാവരുടെ ലൈഫ് എടുത്ത് നോക്കിക്കോ, ബാധ്യത ഇല്ലാത്ത ആരും കാണില്ല. ഉണ്ടാകും, ഉണ്ടായില്ലെങ്കിൽ വലിയ അത്ഭുതമായിരിക്കും അത്. കാരണം എല്ലാവർക്കും ഉണ്ടാവും. ഇന്ന് എന്റെ ബാങ്കിൽ ഇന്ന് 1 ലക്ഷം രൂപ കാണും, നാളെ ചിലപ്പോൾ അത് 0 ആയിരിക്കും. കാരണം എനിക്ക് ലോൺ ഉണ്ട്, അതുണ്ട്, ഇതിലെല്ലാം എനിക്ക് കൊടുക്കണം. പിന്നെ ഞാൻ അധ്വാനിക്കാം. പിന്നെ ദൈവം സഹായിച്ചിട്ട് നമുക്കൊരു കഴിവുണ്ട്, ഇല്ലേ? എന്റെ ജോലി അഭിനയ, ഞാൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ, അഭിനയം എല്ലാം ആയിട്ട് ഞാൻ മുന്നോട്ട് പോകും. എനിക്കിനി അഭിനയം ഇല്ലെങ്കിൽ തന്നെ ഞാൻ വല്ല ഡ്രസ് മെറ്റീരിയൽ എടുത്തോ, ടെക്സ്റ്റൈൽ തുടങ്ങിയോ, അല്ലെങ്കിൽ ഒരു ചായ ഷോപ്പ് തുടങ്ങിയോ ഞാൻ ജീവിക്കും. അങ്ങനെയുള്ള രാഷ്ട്രീയത്തിലോട്ടുള്ളൊരു പോക്ക് എങ്ങനെയായിരുന്നു? രാഷ്ട്രീയത്തിലോട്ട് ഞാൻ അങ്ങനെ വലുതായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പോകാന്ന് പറഞ്ഞിട്ട് പോയ ആളൊന്നുമല്ല ഞാൻ. എന്നെ എല്ലാവരും നിർബന്ധിച്ചു, ഞാൻ നല്ലൊരു നായരാണ്. അപ്പൊ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോ ഞാൻ നായന്മാരൊരു പാർട്ടി വന്നു, എന്നോട് നിൽക്കാൻ പറഞ്ഞു. ശരി, ഞാൻ നിൽക്കാന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഞാൻ ജയിക്കും എന്ന് പറഞ്ഞു പോയ ആളൊന്നുമല്ല ഞാൻ. എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ജയിക്കൂല എന്നുള്ളത്. ഞാൻ പറയുന്നത് കൊണ്ട് ഹോട്ട് സീറ്റ് ആണെങ്കിലും ധൈര്യമായിട്ട് വെച്ചോ, ബുദ്ധിമുട്ടുണ്ടാവരുത്. എല്ലാ പ്രേക്ഷകരുടെ നമ്മള് നായർ അങ്ങനെ പറയേണ്ട ആവശ്യം, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. മനുഷ്യനായതുകൊണ്ടല്ല, ആ പാർട്ടി ഈ നായന്മാരുടെ പാർട്ടിയാ. പിന്നെ ഞാൻ നായർ നല്ലണ്ട് പിന്നെ വേറെ ജാതി പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നീ പറ. മന്നത്ത് പത്മനാഭന്റെ ഒരു പാർട്ടിയാണ്, അത് നായന്മാരുടെ പാർട്ടിയല്ലേ. പിന്നെ അതിന് ഞാൻ വേറെ പേരിട്ട് വിളിക്കാൻ പറ്റുമോ? സത്യത്തിൽ ചേച്ചി ഈ രാഷ്ട്രീയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും ഉദ്ദേശമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലൊരു ഉദ്ദേശം ഞാൻ പറയാം. ഞാൻ ആ ഇലക്ഷൻ വന്നപ്പോ എനിക്കൊരു ഉദ്ദേശമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാനൊരു ഫ്ലാറ്റിന്റെ സെക്രട്ടറി ആയിട്ട് 10 വർഷം ഇരുന്ന ആളാ. കുറേ നല്ല കാര്യങ്ങൾ ഞാൻ അവർക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട്, ചെയ്യും. ഇനി സെക്രട്ടറി എന്നല്ല, ഒരാള് പുറത്തുള്ള ഒരാളാണെങ്കിലും സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ, മനസ്സിന്റെ ഏറ്റവും സന്തോഷമാണ് എനിക്ക്. ഒരാളിപ്പോ നീ നാളെ വിളിച്ചു, ചേച്ചി ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കണേ ചേച്ചി, എനിക്കൊരു അത്യാവശ്യം ഉണ്ടെന്ന് ചിലപ്പോൾ ഞാൻ നിന്നെ സഹായിക്കും. പക്ഷെ അറിഞ്ഞ് സഹായിക്കും, കാരണം കുറെ അറിവില്ലാതെ സഹായിച്ചു പോയി. അതല്ല, അറിഞ്ഞിട്ട് ഞാൻ ഇതാണ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആ സെക്കൻഡ് ഞാൻ പോയി സഹായിച്ചിരിക്കും. ഇലക്ഷൻ നിൽക്കാൻ അങ്ങനെ വേറെ ഒന്നും കൊണ്ടല്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടിട്ട് നടന്നിട്ടില്ല. അപ്പൊ ഞാൻ ജയിക്കുന്ന വിചാരിച്ച് നിന്നല്ലെന്ന് എന്നോട് പറഞ്ഞേ, എന്തായാലും ഇതെന്താണ് എങ്ങനെയാണ് നിർത്തിയപ്പോ നിന്നു. ഒരു മനസ്സിന്റെ സന്തോഷം. ഇനി നാളെ വരുമില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇലക്ഷൻ എന്നത്. അല്ല, അവിടെയും പൈസയുടെ എന്തെങ്കിലും ആവശ്യകത ഒന്നുമല്ല. പൈസക്ക് വേണ്ടിയിട്ട് എന്താ ഒരു കാര്യം പറഞ്ഞാൽ, ഈ പൈസക്ക് വേണ്ടി പിന്നെ ഇത്രയും പറഞ്ഞ് കടന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പൈസക്ക് വേണ്ടി വേറെ എന്തൊക്കെ ജോലി ഉണ്ടോ ഒക്കെ ചെയ്തൂടെ? ആ വർത്താനം പറയല്ലേ. ഈ പൈസ എന്ന് പറഞ്ഞാൽ എന്താ? ജോലി ചെയ്തുണ്ടാക്കാൻ പറ്റും പൈസ. പൈസക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന ആളല്ല ഞാൻ. എനിക്ക് അതിന് താല്പര്യമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് ശശി നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഇന്നൊരു പാർട്ടി എന്നുള്ളൊരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പറയുമ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു വ്യക്തിപരമായിട്ട് എന്റെ ഒരു ഇതെന്ന് കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സേവനമാണ്. ആ രാഷ്ട്ര സേവനം ഉള്ള ഒരാൾക്ക് മുന്നിൽ ജാതിയില്ല, പാർട്ടിയല്ല, ആൾക്കാർ ജനങ്ങൾ എല്ലാവരും മനുഷ്യരാണ്. എന്നാ പിന്നെ ഒരു കാര്യം, മുസ്ലിം ലീഗിലുള്ള ആൾക്കാരൊക്കെ വേറെ വല്ലവരും എല്ലാവരും കൂടെ നായന്മാരുടെ പാർട്ടിയിൽ ഒന്ന് ചേർത്ത്. ഞാൻ പറഞ്ഞ ജാതി എന്താ കാരണം പറയാൻ, ഞാൻ പറഞ്ഞത് ചേച്ചി ആ പറഞ്ഞ കാര്യങ്ങളെ ചേർത്താണ്. എന്താ കാരണം? നമ്മള് ഇത് ചേച്ചി പറഞ്ഞ കാര്യങ്ങളെ ചേർത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് മുസ്ലിം ലീഗ് ആണെങ്കിൽ ഏതൊരു കാര്യമാണെങ്കിലും അതുകൂടെ ചേർത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സേവനമാണ്. അത് ഈ പറഞ്ഞ ഓരോ ആൾക്കാർക്കും കൊടികുത്തി ഇങ്ങനത്തെ കാര്യങ്ങൾ മോനെ. അപ്പം നമുക്ക് മോദി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടി വരും. നീ അത്ര കാടുവരി പോണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താ
പറഞ്ഞേ, ഞങ്ങളുടെ പാർട്ടി എന്ന് പറയണത് ഞാൻ നിൽക്കുന്നത് നായന്മാരുടെ ഒരു പാർട്ടിയിലാണ്. എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ നായരായതുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി നിൽക്കുമോ, ഞാൻ പറഞ്ഞു ഓക്കെ നിൽക്കാം. അതാ ഞാൻ പറയാനുള്ളത്, ജാതി മതമൊന്നും പ്രിയക്കില്ല. ഒരു ജാതി ഒരു മതം അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജാതി ഇല്ല, എനിക്ക് എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരാ. ജാതി നോക്കി നടക്കുന്ന ആളല്ല ഞാൻ. ചേച്ചി ഇപ്പൊ നേരത്തെ പറഞ്ഞു ജയിക്കില്ല എന്ന് അറിഞ്ഞിട്ടും ആണെങ്കിൽ അവിടെ നിന്നു എന്നൊരു കാര്യം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പോ ജയിക്കില്ല എന്ന് അറിഞ്ഞിട്ട് അതിനകത്ത് നിന്നത് ചേച്ചി ആ പാർട്ടിനെയും ആ നാട്ടുകാരെ എല്ലാം പറ്റിക്കല്ലേ ചേച്ചി ചെയ്തിരിക്കുന്നത്. എന്നാൽ വീടുകളിൽ പോയിട്ട് വോട്ട് ചോദിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജയിക്കില്ല എന്ന് അറിഞ്ഞിട്ട് പറഞ്ഞുതരാം. എന്റെ എതിരായിട്ട് നിൽക്കുന്ന ഷാനിമോൾ ഉസ്മാൻ, ഒരാള് ഡലീമ, രണ്ടുപേരും പാർട്ടിയായിട്ട് നല്ല ശക്തമായ അറിവുള്ള ആൾക്കാരാണ്. എനിക്ക് പാർട്ടിയെ കുറിച്ചോ രാഷ്ട്രീയത്തെ കുറിച്ചോ വലിയ അറിവൊന്നുമില്ല. പിന്നെ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്നു. കാരണം എന്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണവശാല് ജയിച്ചാൽ ജയിക്കട്ടെ, മനുഷ്യനുണ്ടാവുമല്ലോ ഒരാഗ്രഹം. ചിലപ്പോ ജയിച്ചാലോ എന്നുണ്ടാവൂലേ, അല്ലാതെ ജയിക്കില്ല എന്നല്ല, ജയിക്കാനും ജയിക്കട്ടെ. പക്ഷെ 100% എന്റെ മനസ്സിൽ ഞാൻ രാഷ്ട്രീയമായിട്ട് ഒന്നും പഠിച്ച ആളല്ല. എനിക്ക് അതിന്റെ ടെക്നിക്കൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ നിന്നുപോയി. ഇനി ചിലപ്പോ നിൽക്കാൻ പറ്റും, പറയാൻ പറ്റില്ല. ഇനി ഞാൻ നിൽക്കും. അവിടെയാണ് ഞാൻ ചോദിച്ചത്, കാശിന് വേണ്ടിയിട്ടല്ല. അല്ല, അവിടെയാണ് ഞാൻ ചോദിച്ചത്. അല്ല, കാശിന് വേണ്ടി ഈ ഇത്രയും ആരോപണങ്ങളും പ്രശ്നങ്ങളും ചേച്ചി വന്നേക്കുന്ന ഈ കാശിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചത്. അതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ്. ചോദിച്ചോട്ടെ, അതിന് തുറന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഒരു കാശിന് വേണ്ടിയിട്ട് നിന്നല്ല, നിന്ന് കഴിഞ്ഞു. അത് എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നു, അത്രേ ഉള്ളൂ. ഇപ്പം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നിങ്ങളുടെ അമ്മ സംഘടന. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ചേച്ചി പറഞ്ഞത് കൊണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയാണ്, അമ്മ എന്ന് പറയുന്ന നിങ്ങളുടെ സംഘടനയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ എവിടെയാണ് ഇല്ലാത്തത്. ഇതേപോലെ ചേച്ചി സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും ചേച്ചി നേരിട്ട് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സീരിയലോ? എനിക്ക് സീരിയൽ എന്ത് പ്രശ്നം? അല്ല, ഇതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചീഞ്ഞ പടങ്ങൾ എന്തെങ്കിലും അവിടെയും ചേച്ചി ഇത്തരത്തിൽ കണ്ടിട്ടുണ്ടോ? മോനെ, എനിക്ക് അത്തരത്തിൽ കണ്ടാൽ ഞാൻ ആ സ്പോട്ടിൽ പ്രതികരിക്കും. മോനെ, ഇപ്പൊ മറ്റുള്ളവർക്ക് വന്ന് അവരെന്നോട് പറയാൻ ഞാനത് പ്രതികരിക്കും. ഇതുവരെ എത്ര പേരെ തല്ലിയിട്ടുണ്ട്? ഞാൻ ഇതുവരെ ആണുങ്ങളെ കൈനീട്ടി തല്ലിയിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. ഞാൻ ആണുങ്ങളെ അത്ര റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. തല്ലന്റെ അവസരം വന്നാൽ പോലും ക്ഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോ നീണ്ട 20 വർഷക്കാലം തന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൽ നിന്നുണ്ടായ ആ ചില പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ക്ഷമിച്ച് സഹിച്ചു പോയിട്ടുണ്ടായിരുന്നത്? എന്ത് ക്ഷമിച്ച് സഹിച്ചു? എനിക്കൊരു ക്ഷമയെ സഹിക്കുക ഒന്നും ആവശ്യമില്ല. കാരണം എന്താ അറിയോ, എന്നാണേലും നമ്മുടെ ഇവിടുത്തെ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കോടതിയെ കുറേ ടൈം എടുക്കും. ഇതൊക്കെ അപ്പാപ്പ തന്നെ തീർത്തു പോയിരുന്നെങ്കിൽ നമുക്ക് 20 വർഷം സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് സഹിക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ കേസ് വരുന്നതനുസരിച്ച് ഞാൻ പോയിക്കൊണ്ടിരുന്നു. എവിടം വരെ പോകുമോ അതുവരെ ഞാൻ പോകും, അത്രേ ഉള്ളൂ. എന്തിനാ സഹിക്കണേ, ക്ഷമിക്കണത്? ചേച്ചി എന്തെങ്കിലും മന്ത്രവാദം, ദിവ്യശക്തി അങ്ങനെ എന്തെങ്കിലും? എനിക്കോ? എനിക്കുള്ള ആൾക്കാരെ കണ്ടാൽ തിരിച്ചറിയാം. അപ്പൊ അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളൂ. അങ്ങനെ അപ്പം ദിവ്യശക്തി എന്തൊക്കെയോ ഉണ്ട്? എനിക്ക് ദിവ്യശക്തി ഒന്നുമില്ല. ഇല്ല, മുമ്പൊരിക്കൽ പറയുന്നത് കേട്ടു ഞാൻ നെഗറ്റീവ് കമന്റ്. അതെന്താ പറയുന്നത്? അത് പ്രാകും. അത് പ്രാഗില് അതൊരു മന്ത്രശക്തിയാണോ മോനെ? നമ്മൾ പ്രാകുന്നത് മന്ത്രശക്തിയാണോ? ഒരിക്കലും അല്ല. ഞാൻ എന്താ പറഞ്ഞേ, നെഗറ്റീവ് കമന്റ് അടിയിൽ ഇങ്ങനെ ഇടുന്നവരെ കാണുമ്പോൾ എനിക്ക് വിഷമം വരും, ഞാൻ പ്രാകും. അത് ഇന്നും ചെയ്യും, എപ്പോഴും ചെയ്യും. പ്രാകുന്നത് സംഭവിക്കാൻ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? സംഭവിക്കണമെങ്കിൽ സംഭവിച്ചോട്ടെ. നമ്മൾ സംഭവിക്കുന്നതിനോട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു, നാളെ ലോട്ടറി അടിക്കുന്നിടത്ത് ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അടിച്ചാടിക്കട്ടെ, പ്രാഗിയെ കിട്ടിയ കിട്ടി. ഇവിടെയാണ് ഞാൻ തുടക്കത്തില് ഈ വർഷം 2025 അല്ലേ എന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം. കാരണം വെച്ചാൽ കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും പറയുന്ന കാര്യം 2050 എത്തുമ്പോൾ അല്ലെ 2100 ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കിന് പറക്കുന്ന കാറുകൾ നമുക്ക് ചുറ്റും ഓടും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആൾക്കാർ ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പോഴും ചേച്ചി വന്നിരുന്നവരാണ് ഞാൻ അവിടെ പ്രാഗും ശപിക്കും നെഗറ്റീവ്. അതൊക്കെ സാധാരണ ഒരു മനുഷ്യസ്ത്രീ പറയുന്ന കാര്യങ്ങളാ. നീ പറയുന്ന പോലെ കാറ് മോളിൽ കൂടെ പറത്തും, ഇത് ഇപ്പുറത്തോടെ പറത്തും എന്ന് പറയാൻ ചിന്തിക്കാനുള്ള നേരം ഇല്ല ഇപ്പോ. എന്താ സംഭവം എന്നറിയോ? ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞ കാലോ. ഇപ്പൊ വലിയ ആയുസൊന്നും ഇല്ലാർക്കും, എത്രയും പെട്ടെന്ന് തീരും. നീ കാറ് പറത്തണ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കണ്ട, അല്ല വരുമ്പോ വരും, അത്രേ ഉള്ളൂ. നമ്മുടെ ലാലേട്ടൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് ഉണ്ട്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, മേക്ക് ഇറ്റ് എക്സ്ട്രാ ഓർഡിനറി എന്നുള്ളത്. നമ്മൾ ഇന്നോ നാളെ തീരുന്നു പറഞ്ഞുകൊണ്ട് നമ്മളുടെ ആ ചിന്താഗതി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള. ആരാ പറഞ്ഞത് എനിക്ക് പഴയ ചിന്താഗതി? നിങ്ങൾക്ക് അങ്ങനെയല്ല. എന്റെ ഇപ്പോഴത്തെ ചിന്താഗതി ഉണ്ടല്ലോ, ഇപ്പോഴത്തെ യൂത്തിന്റെ ഒപ്പം. കാരണം എന്താ അറിയോ, എന്നാലേ നമ്മൾ ചെറുപ്പമായിട്ടിരിക്കുള്ളൂ. ഞാൻ ഒന്നാമതായിട്ട് ഇങ്ങനെ കാലുകയറ്റി വെച്ച് ഇരുന്നിരുന്നു. പക്ഷെ എനിക്ക് ആണുങ്ങളുടെ മുമ്പിൽ റെസ്പെക്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ കാലുകയറ്റി അങ്ങനെ ഒരു വീട്ടിൽ ഇരിക്കാറില്ല. എനിക്ക് താല്പര്യമില്ല. അല്ല ഞാൻ ഒരു എന്റെ കുടുംബത്തിൽ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരാണുങ്ങളുടെ മുമ്പിലോ മറ്റുള്ള മുതിർന്ന ആൾക്കാരുടെ മുമ്പിലോ കാല് കയറ്റി വെക്കരുതെന്നാണ്. അത് സൗകര്യത്തിന് കുറെ സ്ത്രീകൾ വെക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വെച്ചത് ഹോട്ട് സീറ്റാണ് വെക്കുമെന്ന് വെച്ചു, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ ശീലിച്ചിട്ടില്ല അങ്ങനെ. അതുകൊണ്ട് ആ കാല് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു. അത് എന്റെ തീരുമാനം. മനസ്സിലായോ? ഇത് ആരെയും ഞാൻ അടിച്ചേൽപ്പിക്കുന്നില്ല. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ കുടുംബത്തിൽ എന്നെ വളർത്തിയത് അങ്ങനെയാണ്. മക്കളെ ആരെങ്കിലും വരുമ്പോ കാലുമ കാലേറ്റി വെച്ച് ഇരിക്കരുത്, അത് ശരിയല്ല. അതിന്റെ തന്റേടി എന്നുള്ള ഒരു വാക്കാണ് ആ കാലുമ കാലേറ്റി വെക്കണേ. അത് എന്നെ പഠിപ്പിച്ചാണ്. അത് ഞാൻ മാത്രമേ ഉള്ളേ. ഇതൊന്നും മറ്റു സ്ത്രീകളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്.
ഇവിടെ ഞാനും ക്ലിയർ ചെയ്യണം. ഞാൻ ഇങ്ങനെ ആണുങ്ങൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഞാൻ എന്താ പറഞ്ഞത്, നീ ആലോചിച്ച് വെച്ചോ കാര്യം എന്താ? അതാണ് ഞാൻ ചേച്ചിയോട് ചോദിച്ചത്. അത് തന്നെ ഇതൊരിക്കലും ചേച്ചിയോടുള്ള റെസ്പെക്ട് ഇല്ലായ്മ കൊണ്ടല്ല. അത് നിങ്ങൾ അങ്ങനെ വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ആണുങ്ങൾ അങ്ങനെ ഇരിക്കണോടാ, നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നതാണ് ഭംഗി. നിങ്ങൾ എന്ത് ഓർത്താണ് ഈ പറയണത്? ഒരാണ് കാല് കെട്ടിച്ചിരിക്കുന്ന ഒരു അന്തസ്സാണ്. ഒരാണായതുകൊണ്ട് ഒരു അന്തസ്സാ. ലാലേട്ടൻ സിനിമയില് കാലും കയറ്റി വെച്ച് ഒന്ന് മീശയും പിരിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ചേച്ചി അത് എല്ലാവർക്കും ഇഷ്ടം, എനിക്കിഷ്ടമാണ്. പക്ഷെ ചേച്ചി പറഞ്ഞ ആ ഒരു ആശയം സ്ത്രീകൾ എപ്പോഴും ഇങ്ങനെ ഒരു പടി താഴെ നിൽക്കണം എന്ന് പറയുന്ന ഞാൻ പറയുമ്പോൾ അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അല്ല, എന്റെ പേഴ്സണൽ ചോയ്സിൽ എല്ലാവരും ഈക്വൽ ആണ്. എല്ലാവരും അത് നീ ഈക്വലൊക്കെ ആയിട്ട് എടുത്തോ. നിന്റെ കുടുംബജീവിതം വരുമ്പോൾ നിനക്കത് മനസ്സിലാവോ? ചേച്ചി എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ പിന്നെ മനസ്സിലാവും. നീ ഇപ്പൊ ഇത്രയല്ലേ ആയിട്ടുള്ളൂ. ഓക്കെ, ഞാനിപ്പോ കുറെ ആയല്ലോ. എനിക്കിനി വീണ്ടും നിവർന്ന് കിടക്കണം. അപ്പൊ നീ പഠിക്കും. നമ്മുടെ കാല് വെക്കുവാണ് കംഫർട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴും പറയുന്നു ഒരാണായി ഞാൻ കാലേറ്റി വെക്കുന്നത് അതുകൊണ്ടല്ല, എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടല്ല ഞാൻ വെച്ചത്. ഇപ്പൊ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട്, അതുകൊണ്ട് ഞാൻ. പക്ഷെ സ്ത്രീകൾ വെക്കുന്നതോട് എനിക്ക് ഒരു യോജിപ്പില്ല. ഞാൻ കണ്ട സത്യത്തിന് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എവിടെ അങ്ങനെ ഇരിക്കാൻ നോക്കാം. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോ കുറേ നേരം ഇരിക്കുമ്പോൾ കാല് കറയുമ്പോ ചിലപ്പോ എവിടെയും വെക്കാൻ നിർത്തില്ല, അതൊന്ന് കയറ്റി വെച്ചെന്ന് വരാം. പക്ഷെ എന്നാ പോലും ഇപ്പൊ ഇത്ര നേരം വെച്ചപ്പോൾ എനിക്കത് പറ്റുന്നില്ല. കാരണം എന്റെ വീട്ടിൽ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല എന്നെ. ചേച്ചി ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. അതിൽ ഏറ്റവും ഇപ്പം ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും കാണാറില്ല. കാണുന്നതിൽ അല്ല, എനിക്കിപ്പോ സമയം കിട്ടാത്തോണ്ട് ഞാൻ കാണാറില്ല. എന്തെങ്കിലും ഇനി ബിഗ് ബോസ് സീസണുകളിൽ നമുക്ക് കാണാൻ പറ്റും ചേച്ചീനെ? ഇല്ല, ഞാൻ പോകുന്നില്ല. ഞാനത് നേരത്തെ പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം എനിക്ക് എന്റെ വീട്, കുടുംബം, എനിക്ക് അത്ര ദിവസമൊന്നും എന്റെ വീട്ടുകാരെയും എനിക്ക് ഒരു അമ്മയുണ്ട്, എന്റെ ബ്രദർ കുവൈറ്റിലുണ്ട്, ബ്രദറിന് വൈഫുണ്ട്, കുഞ്ഞുണ്ട്. ഇപ്പുറത്തെ ഫ്ലാറ്റില് അനൂപുണ്ട്, അനൂപിന്റെ അച്ഛനും അമ്മ, എന്റെ മോൻ. ഞങ്ങളൊക്കെ കുടുംബമായിട്ട് അവിടെ ഇവിടെയൊക്കെ കാര്യങ്ങൾ നോക്കിയും അവരെയൊക്കെ നോക്കാതെ ഒന്നും എനിക്ക് പോയി ഇത്രയും ദിവസമൊന്നും പോയി നിൽക്കാൻ എനിക്ക് പറ്റൂല. അല്ലെ, പേടി ഉള്ളിലുള്ളത്. എന്ത് പേടി? ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ പോയ ബിഗ് ബോസിൽ നിന്ന് ഫസ്റ്റ് മേടിച്ചിട്ട് ഞാൻ ഇറങ്ങും. എന്റെ കോൺഫിഡൻസ് ലെവൽ. എന്തുകൊണ്ടാണ് അത്രയും? എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ട്. പക്ഷെ ഞാൻ പോകുന്നില്ല. അതാണ് നേരത്തെ ഒരു കാര്യം പറയട്ടെ, അതെനിക്ക് മനസ്സിലായി. ആ കാര്യമല്ല നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന പോലെ സ്ത്രീകൾ ഒരു പടി ഇച്ചിരി താന്നു നിന്ന് എത്ര താന്നാലും മുകളിലായാലും എന്താണെങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പോയാൽ അത് ഞാൻ എന്റെ മനസ്സിലൊരു തീരുമാനം ഉണ്ടാവും, ഞാൻ അത് പോയാൽ അത് ശരിയാവൂന്ന്. അതിനെ ഞാൻ ഇറങ്ങാറുള്ളൂ. അല്ല, മനസ്സിൽ തോന്നുക അയ്യോ പോകരുത്, ഞാൻ ആ വഴിക്ക് പോകാറില്ല. ഇപ്പൊ പേടിയില്ലാത്തൊരു വ്യക്തിയാണ്. എനിക്കൊരു പേടി. എന്തിനാ പേടിക്കണേ? ഞാൻ ആകെ റെസ്പെക്ട് ചെയ്യുന്ന ആരെയെന്നറിയോ? എന്റെ ഭർത്താവ്, എന്റെ കുടുംബം, എന്റെ ബ്രദർ, എന്റെ വീട്ടുകാര്. ഒരാളും ഞാൻ വേറെ റെസ്പെക്ട് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇപ്പൊ ഞാനൊരു സുമതി സീരിയൽ ചെയ്യുന്നുണ്ട്. ആ ഡയറക്ടറെ നന്നായി റെസ്പെക്ട് ചെയ്യും, സാറിന് വിളിക്കും. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അത്രയും നല്ലൊരു ഡയറക്ടറാണ്. എത്രയോ പടം ഞാൻ ചെയ്തിട്ടുണ്ട്, അവരൊക്കെ എനിക്ക് റെസ്പെക്ട് ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞാൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ എന്റെ കുടുംബത്തിനോടൊപ്പം തന്നെ. എനിക്ക് എന്റെ കുടുംബം തന്നെയാണ് ഏറ്റവും വലുത്. നിങ്ങള് ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നേ ആണ് നിങ്ങൾ എല്ലാവരോടെ ചേർന്നിട്ടാണെങ്കിൽ ആ ഒരു വീഡിയോ ആണെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ മെമ്മറി കാർഡ് പിന്നീട് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പം പുള്ളിക്കാരി തന്നെയാണ് കൊണ്ടുപോയത് എന്ന് തന്നെയാണ് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവര് എടുത്തിട്ടില്ല, ഞാനത് കൈമാറിയിട്ടുണ്ടായിരുന്നു, ഇന്ന ആൾക്ക് കൊടുത്തതെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പറയണമെന്നുണ്ട്. ഇനിയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്ന് പറയാൻ പറ്റില്ലേ? ഇതിനകത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് ഒന്നുമില്ല. ഞാൻ ആരുടെ പേരും പറഞ്ഞിട്ടില്ല, എനിക്ക് അതിനകത്ത് ഒരു വിഷയമില്ല. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ അതിനകത്തൊരു സാക്ഷിയാണ്. ഞാൻ ഇതിനകത്തുണ്ട്. ക്യാമറ വെച്ചതും എന്തിനാ വെച്ചതെന്ന് ചോദിച്ചതും ഒക്കെ ഞാൻ തന്നെയാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇപ്പൊ നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത്? അത് തെളിവിന് വേണ്ടിയിട്ട്. എന്തിനാ ഈ മൈക്ക് സൗണ്ട് എടുക്കാതെ പറ്റുമോ? വെറുതെ ക്യാമറയിൽ ആംഗ്യഭാഷ കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതും ഞാൻ ചോദിച്ചു. ചേച്ചി പോകുമ്പോൾ എഴുതിച്ച് പോകും, ഇതൊക്കെ ഞാൻ. അപ്പോ അത്രയും ഇരുന്ന ആ ഒരു 10-13 ആൾക്കാരുണ്ടല്ലോ, അവരൊന്നും ഞാൻ മാറി നിന്നിട്ട് പറയാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. സിം കാർഡ് കുക്കുവാണ് കൊണ്ടുപോയതെന്ന് ഞാൻ കണ്ടതാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം വിളിക്കുന്ന മുഴുവൻ കുക്കു ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ആ സാധനം അത് നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. വലിയ വിഷയങ്ങളല്ലെങ്കിൽ പോലും ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും എന്നെ പോലെ സഹനശക്തിയുള്ള ആൾക്കാരായിരിക്കണം എന്നില്ല മറ്റുള്ളവരൊന്നും. ആ സാധനം നമുക്ക് കിട്ടിയേ പറ്റൂ. ഇനി അതിലില്ലാത്ത ആൾക്കാരുടെ പേര് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൂടെ ചിന്തിക്കണ്ടേ? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ തെളിവുള്ളത്? ഞങ്ങളുടെ മൊബൈലെല്ലാം വാങ്ങി വെച്ചു. ഞങ്ങളുടെ മൊബൈലൊന്നും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കത് കിട്ടണ്ടേ? നാളെ പ്രിയങ്ക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു എതിർ എനിക്കാവില്ലേ? അത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് നമുക്കത് വേണമെന്ന് പറഞ്ഞാൽ. അത് ഞങ്ങളാണെങ്കിൽ ഇപ്പം അതിൽ പല ആൾക്കാരും നമ്മളെ മൺമറിഞ്ഞു പോയി, അതല്ലാതെ ജീവനൊഴിക്കുന്ന പല ആളുകളുണ്ട്. ഇനിയാണെങ്കിലും നമുക്ക് അതിനുള്ള നടപടികളൊക്കെ ഞങ്ങൾ തുടങ്ങി. നീ അറിഞ്ഞില്ലല്ലേ? അമ്മയിൽ തന്നെ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അമ്മയിൽ ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കും. അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനെ മക്കളായ ഞങ്ങളൊപ്പം നിൽക്കാനുള്ളതാ. അപ്പൊ ഞങ്ങൾ അമ്മയെ തന്നെ തീർത്തോളാന്നേ. ഞങ്ങൾ പറഞ്ഞു, പുറത്ത് പറഞ്ഞു, ശരിയാണ്, അതൊക്കെ അറിഞ്ഞു. പക്ഷെ ഞങ്ങൾ അമ്മയെ അനുസരിക്കുന്ന ആൾക്കാരാ. തലപ്പത്തിരിക്കുന്നവർ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കും. തലപ്പത്തിരിക്കുന്നവർ വരെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അത് ഇറങ്ങി പോവോ വരികയൊക്കെ ചെയ്താൽ ഞങ്ങളുടെ കുടുംബ പ്രശ്നമായിട്ട് കണ്ടോ? അമ്മയും മക്കളൊക്കെ അല്ലേ? 5 പേരിലുണ്ടോ മക്കൾക്ക്? ഇല്ലേ?
അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ 5 വിരലുകൾക്കും 5 അഭിപ്രായ വ്യത്യാസവും 5 ഷേപ്പും ഒക്കെ ആയിരിക്കും. അവര് വരും പോകും, ഇതൊക്കെ നമ്മൾ എന്തിനാ കൂടുതൽ ചിന്തിക്കുന്നത്? അമ്മ എന്തായാലും മക്കളെ കൈവിടത്തില്ല. ഇനി അതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ അത് ചോദിച്ച് അവിടെ തന്നെ തീർക്കും. ഇനി അതാണ് നമ്മുടെ തീരുമാനം. അമ്മയിലുള്ളവർ പുറത്തു പോയി ഇതുപോലെ സംസാരിച്ച് മക്കൾ പറയരുതെന്നുള്ള ഒരു അഭിപ്രായത്തിനോട് യോജിക്കുന്നു ഞാൻ. അല്ല, ഈ അമ്മയുടെ മക്കൾ തന്നെയല്ലേ പരസ്പര സഹോദരിയെ പോലെ കാണുന്ന ആൾക്കാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കുറെ പ്രശ്നങ്ങൾ. അത് കുറച്ച് മുമ്പല്ലേ ഉണ്ടായത്. പുതിയ അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ കഴിഞ്ഞപ്പോ എവിടെ പ്രശ്നം ഉണ്ടായി? പിന്നെ നിങ്ങൾ ഏതൊരു ഇന്റർവ്യൂ കണ്ടോ? ഞങ്ങൾ തീരുമാനിച്ചു അമ്മയെ തന്നെ തീർക്കണമെന്ന്. ഇനി അത് ഒട്ടും തീരാതെ വരുവാണെങ്കിലല്ലേ അത് ഇനി കിടക്കില്ലേ മോനെ? എന്തിനാ ഇപ്പൊ ഒരു പുളി അവിടെ നിൽക്കുന്ന ആ മരം ചാഞ്ഞ് കിടക്കുന്ന ഇപ്പോഴേ കുഞ്ഞിയുടെ കാര്യമുണ്ടോ? അപ്പൊ ആവട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. മുമ്പൊരിക്കൽ ഷക്കീല മാമുമായിട്ടാണെങ്കിൽ ഒരു അമ്പലത്തിൽ പോവുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ അടുത്ത് ജാസ്മിൻ ജാഫറിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ കയറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അന്ന് അങ്ങനെ പോവാനുണ്ടായിരുന്ന ആ ഒരു ചെയ്ത വികാരം എന്തായിരുന്നു? എന്ത് വികാരം? ഷക്കീല പോലെ തന്നെ അവിടെ എത്ര പേര് വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയോ? മമ്മൂക്കോയ വന്നിട്ടുണ്ട്, സിദ്ദിഖ് സാർ എത്ര പേര് അവിടെ വന്നിട്ടുണ്ട്. ജാതി മതം ആ അമ്പലത്തിലില്ല. ഷക്കീല വന്നപ്പോ ഞാൻ കൂടി, ഞാൻ അന്ന് എന്റെ തൊട്ട് മുമ്പിലാണ് എന്റെ ഫ്ലാറ്റ്. എല്ലാ അമ്പലത്തിലെ ഉത്സവത്തിലും ഞാൻ അവിടെ ചെല്ലാറുണ്ട്. ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ഞാൻ ഉണ്ടാവാറുണ്ട്, കാരണം ഞാൻ തൊട്ടടുത്താണ്. എല്ലാവരെയും റിസീവ് ചെയ്യാനൊക്കെ ഞാൻ ഉണ്ടാവാറുണ്ട്. ഷക്കീല എന്താ അവർക്ക് എന്താ പ്രാർത്ഥിച്ചൂടെ? അവർക്ക് അമ്പലം പാടില്ലേ? അവർ സ്ത്രീയല്ലേ? എന്താ അങ്ങനെ ഒരു മാനദണ്ഡം? അവർ അമ്പലത്തിൽ കയറി തൊഴട്ടെ, അതിനിപ്പോ എന്താ? പിന്നെ ചില അമ്പലങ്ങളിലുണ്ട് ജാതി പേരിപ്പോ ദാസേട്ടൻ ഇന്ന് വരെ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ടില്ല, അറിയാലോ. അത് ചില ജാതി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിയാത്ത എത്ര പേര് അമ്പലങ്ങളിൽ കയറുണ്ടാവും. ഷക്കീല അവിടെ തൊഴുതിന് എന്താ തെറ്റെന്താ? എല്ലാം അതിലൊരു വിവാദമില്ല. എന്നോട് ആദ്യം ഇനി അവിടെ വേണ്ട, അയ്യോ കൊണ്ടുവരരുത് ഷക്കീല വരുത്, അയാളാണ് ആദ്യം സെൽഫി എടുത്തത്, അറിയോ നിങ്ങക്ക്? കൊണ്ടുവരുതരുത്, അയ്യോ ഷക്കീല പറഞ്ഞിട്ട് ഫസ്റ്റ് സെൽഫി എടുത്തില്ല. എനിക്കറിയാതെ എന്താ. അപ്പൊ അത് വേണോ അല്ലേ? അപ്പൊ അതൊക്കെ ശരിയാണോ? അപ്പൊ ഒരു സ്ത്രീ എന്ന് പറയുമ്പോ അവർ അഭിനയിച്ച് ശരി, അവരുടെ ജോലി അവർ ചെയ്തു, അവരൊരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരൊരു അമ്പലത്തില് വിളിച്ചു, വന്ന് തൊഴുതു, 2 വാക്ക് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തെറ്റും പറയാനില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നേരത്തെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്, ഇതിന്റെ ജാതിപരം അങ്ങനെ പറയേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ള ഞാൻ ചോദിച്ചതിന്റെ മെയിൻ റീസണും ചേച്ചിയുടെ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചേച്ചി പറയുന്ന കാര്യം. അപ്പൊ അങ്ങനെ ഒരു മനസ്സിന് വലിപ്പമുള്ള ഒരു വ്യക്തി വന്നിട്ട് പിന്നീട് ഈ ഒരു രീതിയിൽ പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്തോ ഒരു രീതിയിൽ ഞാൻ ഇന്നൊരു സമുദായത്തിന്റെ ആണെങ്കിൽ വേണ്ടിയിട്ട് നിന്നൊരു വ്യക്തിയാണ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നീ പറയുന്നത് വളച്ചൊടിച്ച് പറഞ്ഞതൊക്കെ വേറെ ആരുടെയും പറയും. എന്നോട് സംസാരിക്കുമ്പോ നീ മാറ്റി പറഞ്ഞ ഞാൻ വിട്ടുതരത്തില്ല. ഞാൻ പറഞ്ഞാൽ എന്താ പറഞ്ഞേന്ന്, എന്നെ പാർട്ടി നിർത്തിയത് നായന്മാരുടെ ഒരു ഇതുണ്ട്, ആ ഒരു പാർട്ടി ലെവലിലാണ് എന്നെ നിർത്തിയത്. അപ്പൊ ഞാൻ അങ്ങനെ ഹിന്ദു ആയതും നായരായതുകൊണ്ട് നിന്നുപോയതാ, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ട് നിന്നല്ല. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പഴയ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ആ ത്രെഡ് കൊണ്ടുവന്ന് കളിക്കുന്ന കളി ഇവിടെ അല്ല. ഹോട്ട് സീറ്റാ നീ ചോദിച്ചോ? അതിനേക്കാളും വലിയ ഫോട്ടോ നേരത്തെ പറഞ്ഞ കാര്യം മാറ്റി ഞാൻ പറയുന്നില്ല. ഞാൻ മറുപടി പറഞ്ഞില്ലേ? ആ പറഞ്ഞത് വെച്ച് തന്നെയാണ് ഞാനിപ്പോ ഞാനിപ്പോ മറുപടി നിന്നോട് പറഞ്ഞത്. നീ പഴയത് നീ കാലഘട്ടം മാറുമാണ്, നീ ശരിയാവണില്ല. നിന്റെ ഈ നീ മാറിയിട്ടില്ല, ഞാനാണ് ഇപ്പൊ മാറിയിട്ട്. നീ ഒന്നും മാറിയിട്ടില്ല, നീ ഒരു ചെക്കു മാറിയിട്ടില്ല. നിന്നെ പോലെയുള്ളവരുടെ മുമ്പിൽ ഇരുന്ന് തരാൻ പറ്റിയ ഒരാളല്ലാന്ന് എനിക്കിപ്പോ തോന്നുന്നു. കാരണം അറിയോ, നീ പിന്നെ പണ്ടത്തെ കാലം അങ്ങനെ പറഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ എക്സ്ക്ലമേഷൻ കറക്റ്റ് പറഞ്ഞു. 2050 ഞാൻ പറഞ്ഞു വിചാരിക്കുന്ന ഒരാളുടെ മുന്നിൽ ഇപ്പോഴും ശിലായുഗത്തിൽ ഇരിക്കുന്ന ഒരാൾ വന്നിരിക്കുമ്പോ ചിലപ്പോ ആരാ അങ്ങനെ 2050 ആരിരുന്നു? അല്ല, ഈ പറയുന്ന വ്യക്തി ചേച്ചിയനാണ് പറയുന്നത്. ഇപ്പം ഒന്ന് ആലോചിച്ചു ചേച്ചി, ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും തുല്യതയല്ല വേണ്ടുന്നത്, പെണ്ണ് താന്ന് നിൽക്കണം എന്നൊരു കാര്യം പറയുന്ന ഒരു വ്യക്തിയുടെ ചിന്താഗതി അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ആര് പറഞ്ഞു അവിടെ തന്നെ നിൽക്കുന്നത്? ഞാനൊരു വാക്ക് പറഞ്ഞത് ഞാൻ ആദ്യവും അവസാനം നീ ഇതിട്ട് തോണ്ടി എന്നെ ഇളക്കാൻ നോക്കണ്ട, ഇളകത്തില്ല. കാര്യം പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിന്നോട് ഞാൻ എതിർക്കാൻ പറഞ്ഞാ ഇല്ല. പിന്നെ ഞാൻ 2050 നിക്കണം. ഞാൻ സ്റ്റിൽ 2025 തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നോണ്ട് ചേച്ചി ഇനിയും പറയും. ഒരാളുടെ മുന്നിൽ ഇരിക്കാനെ കൊണ്ട് ചേച്ചി നിൽക്കേണ്ട ഒരാളല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞത്. ചേച്ചി വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറഞ്ഞപ്പോ ഇതിങ്ങനെയാണ് കാര്യം ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞത് വളച്ചൊടിച്ച് പറഞ്ഞ നിനക്ക് ശരിക്കും പറഞ്ഞാലേ ശരിയില്ല. നീ കുറച്ചുകൂടെ പഠിക്കണം മോനെ. ഇന്റർവ്യൂ നീ കുറച്ച് പഠിക്കണം. നീ ഇത്രയ്ക്ക് ആയിട്ടില്ല. വേറെ ആർക്കും ഇവിടെ അടുത്തൊക്കെ സംസാരിച്ചോ, എന്റെ അടുത്ത് സംസാരിക്കും. ഇത്രയും നിനക്ക് ആയിട്ടില്ല. നീ കുറച്ചുകൂടെ പഠിച്ചിട്ട് ആൾക്കാർക്ക് രക്ഷയില്ല. കാര്യം എന്താണെന്നറിയോ, നീ ഇപ്പൊ 2050 പിടിച്ചോണ്ടിരിക്കും. ഞാൻ എന്താ പറഞ്ഞത്, സ്റ്റിൽ 2025 നിൽക്കുന്ന ആളെ. പിന്നെ നീ പറഞ്ഞ എന്താണ് 2000 എന്ത് കാര്യത്തിന് നീ ഇങ്ങനെ പറയണത്? ചേച്ചി ഇങ്ങനെ മുമ്പുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തിനാ ഓക്കെ നാളെ നാളെ നമ്മൾ തീരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചേച്ചി നമുക്കൊന്നും ചെയ്യണ്ട, ഇവിടെ വെറുതെ ജീവിച്ച് മരിച്ചു പോയാൽ മതി എന്നെല്ലാരും ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇപ്പൊ ഇവിടെ ഈ ക്യാമറ മൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ആരാണ് അതിനെ കുറിച്ചൊക്കെ വല്ലതും പറഞ്ഞാ? അല്ല ചേച്ചി പറഞ്ഞൊരു
എക്സ്പാൻഡഡ് വേർഷൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവരെന്ത് തലക്കില്ല ഭ്രാന്തുണ്ട്, നിങ്ങൾ ആ ക്യാമറയ്ക്ക് എടുത്ത് മാറ്റി ഇവര് വരൂ ഈ വായല് ലോജിക് ഇല്ലാതെ സംസാരിക്കുന്ന വേറെ ആരോടും സംസാരിക്കുക. ഞാനെന്നൊക്കെ പറഞ്ഞാലേ വളരെ പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാ. നിന്നെ പോലെയുള്ള ഒരാള് പഴയ കാലത്തെ കാര്യവും പറഞ്ഞ് ബബ്ബ അടിക്കാൻ നിക്കലും. നീ ആദ്യം കുറച്ച് ഇന്റർവ്യൂവിന് പറയേണ്ട വാക്കുകൾ കാര്യങ്ങളും ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ വീണ്ടും വരാം. അങ്ങനെ ആ ലൈറ്റ് ഒക്കെ നിർത്തി മാറ്റിക്ക. ഇവന്റെ ഒക്കെ മുഖത്ത് ലൈറ്റ് വെക്കാറായിട്ടില്ല. അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ബോൾഡ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മോനെ ബോൾഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയണത്, നിനക്ക് അതിനുള്ള യോഗ്യത ആയിട്ടില്ല. നീ കുറച്ചും കൂടെ പഠിച്ചിട്ട് വരണം. കാരണം അറിയാം, ഞാനിപ്പോ പറയണത് ഞാനൊരു ഇന്റർവ്യൂ ഇത് എടുക്കാതെ പോകണമായിരിക്കും നല്ലത്. ഞാനൊരു ഇന്റർവ്യൂവിന് നിൽക്കുന്ന ആളാണ്, ഞാൻ ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തിട്ട് ആളാണ്. പക്ഷെ നിന്നെ പോലെ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞു നിൽക്കുക. നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? വേറെ കാര്യങ്ങൾ ചോദിക്കാനില്ല. അപ്പോൾ നീ പറഞ്ഞതാണ് 2050 കാര്യം. 2050 നീ ഇപ്പൊ എങ്ങനെയാണെന്നറിയോ? നീ ഇപ്പൊ നിൽക്കുന്നത് 2050 എവിടെ? നീ 2050 അത് പഠിച്ചു വെച്ച് വന്നിരിക്കുക. ഞാനിപ്പോ നിശ്ചയം ഒരു കാര്യമില്ലടാ. നീ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നിന്റെ കയ്യിൽ നിന്ന് പോയി കയ്യിലില്ല. എനിക്ക് വിട്ടുപോയി. ബാക്കി ഞാൻ ചോദിക്കാം. എനിക്ക് ഉത്തരം മുട്ടുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഞാനാ എന്റെ മോനെ എന്റെ ഉത്തരം മുട്ടിപ്പിക്കാൻ നീ ജന്മത്തെ സാധിക്കില്ല. നീ പറ, നീ ചോദിക്കണ്ടേ? ചോദിക്കും. അല്ല നീ പറ. ഇനി വേറെ ചോദ്യം ചോദിക്കും. അല്ല ഞാൻ ഇപ്പൊ ചേച്ചി ഒറ്റ ചോദ്യം തന്നെ നിൽക്കുന്നു പറഞ്ഞു. ഓക്കെ, ഞാൻ അത് വേറെ ചോദിക്കും. ചേച്ചി പറഞ്ഞതുപോലെ ആണെങ്കിൽ ഇപ്പൊ ആ ഒരു കാര്യത്തിൽ നമ്മൾ മാറി. അപ്പൊ ചേച്ചിക്ക് ഇപ്പം പലപ്പോഴും പറയുന്നുണ്ട് സ്ത്രീ ഈ ഒരു കാര്യം പ്രശ്നങ്ങൾ പലപ്പോഴും പരാമർശിച്ചു പോകാറുണ്ട്. ഇപ്പൊ ഈ ഒരു വേടന്റെ ഈ ഒരു കേസ് വന്നു, അതിലാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വേടന്റെ ഈ ഒരു കാര്യത്തില് വന്നിരിക്കുന്ന പല കാര്യങ്ങളോടും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വിയോജിപ്പുണ്ട്. അപ്പം ചേച്ചിക്ക് ഈ ഒരു കാര്യത്തെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? കാര്യം ഇത്രയും സ്ത്രീകൾ ആ ഒരാൾക്കെതിരെ വരുന്നു. അപ്പൊ ആ വേടൻ എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാണ്. എന്റെ കാഴ്ചപ്പാടിൽ അവൻ കഷ്ടപ്പെട്ട് ഒരു പാട്ട് എഴുതി വളരെ പതുക്കെ കയറി വന്നു. ഈ കയറി വന്ന ആ സമയത്ത് ഏതോ ഒരു പെണ്ണ് ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ 5 തവണ ഒരാള് ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല മോനെ. ഒറ്റ പ്രാവശ്യം ബലാത്സംഗം ചെയ്യാൻ പറ്റുള്ളൂ. അറിയാവോ അത്? അല്ലെങ്കിൽ ഒരു ദിവസം പലപ്പോഴായിട്ട് പീഡിപ്പിച്ചെന്ന് പറയണം. ഇത് 5 തവണ ബലാത്സംഗം ചെയ്ത് പല സ്ഥലത്ത് വെച്ചെന്ന് പറഞ്ഞാൽ എന്ത് വർത്തമാനായി പറയണത്? അത് ശരിയാണോ? ഒരിക്കലല്ല. അല്ലല്ലോ. അപ്പൊ പിന്നെ അവരെന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞില്ല? അപ്പൊ അന്ന് പാവം വേടൻ എഴുതി വന്നിട്ടേ ഉള്ളൂ, എഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അവൻ കടലിന്റെയും മക്കളെയും ഒക്കെ പറഞ്ഞ് എഴുതി വളരെ കഷ്ടപ്പെട്ട് അവന്റെ അമ്മയും ആൾക്കാരെയൊക്കെ നോക്കി ഇത്രയും ജനം ശരിക്കും പറഞ്ഞാൽ ഒരു മൈക്കിൾ ജാക്സൺ വന്ന് നിൽക്കുന്ന ഒരു ഫീലിംഗിലേക്ക് ആ കുട്ടി വേടൻ എന്ന് പറഞ്ഞ പയ്യൻ വന്നു കഴിഞ്ഞപ്പോ അവനെ കുറിച്ച് പറയാത്ത ഒന്നുമില്ല. എത്ര പേരാ പറയുന്നത്? എന്നിട്ട് ഇപ്പൊ എവിടെയായി എല്ലാ കാര്യങ്ങളും? എന്താണ് കാര്യം? ഞാൻ പറയട്ടെ, പല രീതിയിൽ അവരുടെ വായിന്ന് വന്നത് എന്താണ്? 5 തവണ പീഡിപ്പിച്ചെന്ന്. ഒരാളെ 5 തവണ പീഡിപ്പിക്കാനായിട്ട് എന്റെ അറിവിലില്ല. ഒരു സ്ത്രീയെ പീഡിപ്പിക്കുക ബലാത്സംഗം ചെയ്യണമെങ്കിൽ 1 തവണ പറ്റുള്ളൂ എന്നാണ് എന്റെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്റെ അറിവ്. അതുകൊണ്ട് വേടന് ഫുൾ സപ്പോർട്ട് ഞാൻ കൊടുക്കും. കാരണം വേടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പാട്ടും കാര്യങ്ങളും തന്നെ ഇതുപോലെ റീച്ച് ആക്കിയിട്ട് ഈ ഇറക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ വിയോജിപ്പാം. ഞാൻ സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്ന ആളല്ല. സ്ത്രീകളോട് തന്നെ ഞാൻ ഗ്രീഷ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തിന് ഒരു ഒരു പയ്യനെ കൊന്നിട്ട് അവന്റെ അമ്മ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ഓർത്തു നോക്കിയേ. സുഖമായിട്ട് ജയിലിൽ കിടന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അതൊന്നും ശരിയല്ല. അതിനോടൊക്കെ ഞാൻ വിയോജിപ്പാം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളോട് ചേച്ചി ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്ത്രീകളുടെ പക്ഷത്തല്ല പുരുഷന്മാരുടെ പക്ഷത്താണ് എന്നുള്ളതല്ല എന്റെ ഇത്. കാര്യം വെച്ചാൽ ശരിയെന്ത് തെറ്റെന്തെന്നുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ഇത്തരത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പുരുഷന്മാരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിക്കാറുണ്ട്, സ്ത്രീകളുടെ ഭാഗത്ത്. ഞാൻ കൂടുതലും പുരുഷന്മാരുടെ ഭാഗത്ത് തന്നെ ഇപ്പൊ നിൽക്കും. എന്താ കാരണം എന്നറിയോ? ഞാനൊരു സ്ത്രീ തന്നെയൊക്കെയാ. പക്ഷെ ആ പുരുഷന്റെ അമ്മ സ്ത്രീയല്ലേ, ഭാര്യ സ്ത്രീയല്ലേ, വളർന്നു വന്ന കുട്ടി സ്ത്രീയാണോ? അപ്പൊ പിന്നെ അവരെ മാത്രം ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യം എന്ത്? തെറ്റ് രണ്ടുപേരും ചെയ്യുന്നുണ്ട്, രണ്ടുപേരും ഒരുപോലെയാണ്. അപ്പൊ പിന്നെ ഞാൻ ഈ പറയുന്ന പുരുഷന്മാർക്ക് ഞാൻ ഒരു സംഘടന ഉണ്ടാക്കണമെന്ന് ഞാൻ മുന്നിൽ നിന്ന ആളാ, രാഹുൽ ഈശ്വറിന്റെ കൂടെ. എന്തുകൊണ്ടാ? അല്ല, ആ സംഘടനയുടെ കാര്യം ചേച്ചി പറയുന്നത്. കാരണം വെച്ചാല് ഇവിടെ കുറെ ബുദ്ധിമുട്ടില്ലാത്ത കുറെ ആൾക്കാർ പോയിട്ട് ഇവിടെ ചില കോപ്രായങ്ങൾ LKG പിള്ളേരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അതിലും അടിപൊളിയായിട്ട് കാണിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ മറ്റേ ബസ്സിൽ വെച്ചിട്ട് ഭയങ്കര വൃത്തിയായിട്ട് കാണിച്ച് ഒരുത്തനാണെങ്കിൽ ജയിലിൽ നിന്നാണ് മാല ഇട്ട് സ്വീകരിച്ചേക്കുന്ന വ്യക്തികളായിരുന്നു ഈ പറയുന്ന പുരുഷ സംഘടന ഉണ്ടായിരുന്ന ആൾക്കാർ. അങ്ങനെ ഒരു സംഘടന സത്യത്തിന്റെ ആവശ്യകത ഉണ്ടോ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഈ ന്യായമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ ഇത്തരം സംഘടനകളാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യാതെ. ഞാൻ പറയട്ടെ, രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ഒരാള് ഇത്രയും മുൻകൈ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് ഒരു സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ച ഒരു അസോസിയേഷൻ പുരുഷ കമ്മീഷൻ ഉണ്ടാക്കാൻ തീരുമാനം. നിങ്ങൾക്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താ ഉള്ളത്? നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നത് നിങ്ങൾക്ക് സംസാരിക്കാൻ എവിടെ വേദിയുള്ളത് ഒന്ന് പറഞ്ഞു തരുമോ? നാളെ ഇയാളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ഞാനിപ്പോ ഒരു കാര്യം നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ക്യാമറ ഇല്ല, ഇവരൊന്ന് പുറത്തു പോയി നിച്ചോ. ഞാൻ പറയും നീ എന്നെ പീഡിപ്പിച്ചത്, നീ എന്ത് പോലും കാണിച്ചു തരും? എന്ത് പറയും നീ? എവിടെ പോയി പറയും? ഒന്നുമില്ല. പീഡിപ്പിച്ചത് തന്നെയാ, അനുഭവിക്കണം. പുറത്ത് ഈ പേര് പറയുമ്പോ അമ്മ ഒരു തെറ്റും ചെയ്യാതെ ഉരുകുകയാണ് ആ പുരുഷൻ.
അത്രയും വിഷമിക്കുകയാണ് ഒരു തെറ്റും ചെയ്യാത്ത പുരുഷൻ. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണമെന്നേ, അതിനെ ആരാ പറഞ്ഞ ശിക്ഷിക്കേണ്ടതെന്ന്. പക്ഷേ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒരു പെണ്ണ് ഇപ്പൊ ഈ റൂമിലുണ്ട്, അവള് കയറി വന്നു, നീ ഒരു ഹോട്ടൽ റൂമിൽ നീ താമസിക്കുന്ന റൂമിൽ വന്നു എന്ന് വെച്ചോ, വന്നു കഴിഞ്ഞാൽ ആ പെണ്ണ് കയറി, ആ ഉത്തരവാദിത്തം മുഴുവൻ പെണ്ണിനാണ്. പുരുഷന്മാരെന്തൊരു കുറ്റം പറയും? ആ ഒരു കാര്യത്തിലുള്ള യോജിപ്പുണ്ട്. കാര്യം നാളെ ഇപ്പൊ എനിക്ക് ചേച്ചി പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ഒരു സംഘടന പോയി സംസാരിക്കാൻ വേണം. അത് രാഹുൽ ഈശ്വറിന്റെ കയ്യിൽ ഭദ്രമാണ്. രാഹുൽ ഈശ്വർ നേടി നിങ്ങൾക്ക് തരും. അങ്ങനെ ഒരു സംഘടനകളൊക്കെ അങ്ങനെ ആൾക്കാർക്ക് നല്ലത് ചെയ്യാൻ പറ്റുന്ന സംഘടനകൾ വേണം. പക്ഷേ ഇതേ ഈ സംഘടനയിലുള്ള ചില ആളുകൾ വന്നിട്ട് ഈ പറയുന്ന പോലെ മാലിട്ട് ബസ്സിലിരുന്ന് വൃത്തിയോട് കാണിച്ച് അവനെ ഒരുത്തനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്വീകരിക്കുന്നത്, ഇങ്ങനത്തെ ഞാനത് കണ്ടിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം, അതൊക്കെ പലരും, ഞാൻ പറഞ്ഞില്ല 5 പേരിൽ 5 ടൈപ്പാന്ന് പറഞ്ഞ പോലെ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഞാൻ നിൽക്കുന്നത് രാഹുൽ ഈശ്വറിന്റെ കൂടെ തന്നെ നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പുരുഷ കമ്മീഷൻ അദ്ദേഹത്തെ കൊണ്ട് നടത്തിക്കൊണ്ട് സാധിക്കും. അങ്ങനെ നടത്തിക്കൊണ്ട് സാധിക്കും. എന്താണ് ഗുണം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഈ ഒരു നിമിഷം മതി നിങ്ങൾക്ക് ഒരു കേസ് വരാൻ. ഒരു നിമിഷം നിങ്ങൾ കൂടുതലാണ് നോക്കിയ പെണ്ണ് പറയാണത് അവൻ എന്നെ നോക്കി സൈറ്റ് അടിച്ചു തീർന്ന്. നിങ്ങൾ എന്ത് തെളിവെടുത്ത് കൊടുക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കുന്ന ഒരു വേദി വേണ്ടേ? ഞങ്ങൾക്ക് എത്ര വനിതാ കമ്മീഷനുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഞങ്ങൾക്ക് എത്ര സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒന്നുമില്ല. ആ സാഹചര്യങ്ങളിൽ ഈ വൃത്തിയോട് കാണിച്ചിട്ട് മാലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന അങ്ങനെ കുറച്ച് ആൾക്കാർ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോൾ നമ്മളുടെ നിരപരാധിത്വം പോലും അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാര്യം നമുക്ക് വേണ്ടിയിട്ട് ഒരാളെ സംസാരിക്കാൻ വന്നാൽ പോലും ഇവൻ മറ്റേ അങ്ങനെ ഒരുത്തൻ ചെയ്ത് അവനെ തന്നെ. നമ്മുടെ ഈ ലോകത്തില് ഒരുപാട് പേര് തെറ്റ് ചെയ്യുന്നവരുണ്ട്, തെറ്റ് ചെയ്യാത്തവരുണ്ട്. ഞാൻ പറഞ്ഞ തെറ്റ് ചെയ്യാതെ അനുഭവിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. തെറ്റ് ചെയ്തവർ ആരായാലും മുഖം നോക്കാതെ ശിക്ഷിക്കണം, അത് ഉറപ്പുള്ള കാര്യം തന്നെ. പക്ഷെ തെറ്റ് ചെയ്യാത്ത ഒരുപാട് പേര് പീഡനം അനുഭവിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രമല്ല പീഡനം, പുരുഷ പീഡനം അറിയോ? അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ കുറെ സുഹൃത്തുക്കളും ഉണ്ട്. എത്ര പേര് ഭാര്യമാരുടെ പ്രശ്നം കൊണ്ട് വിഷമിക്കുന്നുണ്ട്, വെള്ളമടിച്ച് തകരുന്നുണ്ട്. ഇനി ഒന്നും ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണം വെറുതെ വന്നൊന്ന് സംസാരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. 1 കൊല്ലം കൊണ്ട് കറങ്ങി അടിച്ച് കൊച്ചിന്റെ ട്യൂഷൻ ഫീസ് വരെ അവർക്ക് സാരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ആ പുരുഷൻ കുറ്റക്കാരനാണ്. ആ കുറ്റക്കാരനായ പുരുഷൻ എത്ര വേദനയോടുകൂടിയാണ് വെള്ളം അടിച്ച് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രണ്ടുപേരെയും, അതിന് ഞാൻ താഴെമൊഴി, 2 പേരും ഈക്വലായിട്ട് കാണിച്ച് 2 പേർക്കുള്ള ശിക്ഷകൾ നടപടികൾ എടുക്കണം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു വേദി വേണം. അതാണ് ഞാൻ പുരുഷന്മാരെ കൂടെ നിൽക്കുന്നത്. അതിന് നിങ്ങൾ ആരെന്തൊക്കെ പറയാൻ റോട്ടിലിട്ട് തല്ലേ ഞാൻ പുരുഷന്മാരോട് അല്ല. ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് എതിരല്ല പറഞ്ഞത്. അങ്ങനെ ഒരു വേദിയിൽ വരുന്ന ആൾക്കാര് ഈ പറഞ്ഞ പോലെ അങ്ങനെ മാലയിട്ട് സ്വീകരിക്കുന്ന അത്ര അത് ഒരുപാട് ആൾക്കാർ പല ടൈപ്പും ഉണ്ടാവില്ല. അത് ശരി, അത് ശരിയാണ്. ആ ഒരു വ്യക്തി വന്ന് സംസാരിക്കും ഒരു ക്ലാരിറ്റിയും അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണെന്ന് ചുറ്റുമുള്ള ആൾക്കാർക്ക് തോന്നാം. ഓക്കെ, ഇവന് ഒരു നിരപരാധി ആയിരിക്കാം എന്ന് പല ആൾക്കാർക്കും തോന്നി. അങ്ങനെയുള്ള ആളുകൾ വരണം. അല്ലാതെ അത്തരത്തിലുള്ള അല്ലാത്ത ഒരു തുടക്കം തുടങ്ങി വെച്ചു, അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരും എന്നുള്ള ഒരു വലിയ വിശ്വാസം മുന്നോട്ട് വരട്ടെ. ആണെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഹോട്ട് സീറ്റിൽ ഇരുന്നതിന്റെ തൊട്ട് പിന്നാലെ നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോവാം. മനസ്സ് തുറന്ന് പറഞ്ഞ് ഞാൻ 2 കാര്യങ്ങൾ ഇവിടെ പറയാം. ഒന്ന്, അടുത്തിടെ താരസംഘടനയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന പ്രശ്നത്തില് അമിതമായി ഇടപെട്ടതിൽ റിഗ്രറ്റ് തോന്നുന്നുണ്ട്. എനിക്കോ? ഞാനതിന് അമിതമായിട്ട് ഇടപെട്ടിട്ടില്ലല്ലോ. ഞാൻ ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ട് ഇത്രയും പേര് എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ തെളിവായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് എന്നോട് പറഞ്ഞു, ഞാൻ അതോട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അമ്മയെ കുറിച്ച് ഞാൻ പറയാൻ തയ്യാറല്ലായിരുന്നു. സിനിമയിലെ ചില സഹതാരങ്ങൾക്ക് പ്രിയങ്ക അനൂപിനോട് അസൂയ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത് കുറെ തോന്നിയിട്ടുണ്ട്. ഉണ്ടായവർ അവിടെ നിന്ന് തോന്നിക്കോട്ടെ. കാരണം എന്താ അറിയോ, ദൈവം ഒന്ന് വരച്ചിട്ടുണ്ടാവും. അത് എന്റെ സമയത്തിൽ എനിക്ക് കിട്ടും. അല്ലാതെ എനിക്ക് അതുകൊണ്ട് അവർക്ക് അസൂയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വരാനുള്ള ദൈവം എന്ന് പറഞ്ഞ മുകളിൽ അത് എനിക്ക് തന്നെ കിട്ടും. എന്തുകൊണ്ടായിരിക്കും അവർക്ക് അത്തരത്തിലുള്ള ഒരു അസൂയ ചേച്ചിയുടെ തോന്നുന്നത്? അറിയില്ല. ഞാൻ എങ്ങനെ കയറി പോയാലൊന്ന് പേടിച്ചിട്ടായിരിക്കും. കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ചെയ്യുന്ന. പിന്നെ ഒരു കാര്യം തന്നെ, ഇന്നത്തെ കാലത്ത് പഴയ പോലത്തെ റോൾസ് ഒന്നുമില്ല. ഞാനൊക്കെ പണ്ട് ചെയ്തിരിക്കുന്ന പടത്തിൽ ഒരു സീനാണെങ്കിലും, പുലിവാൽ കല്യാണമായാലും, മാന്നാർമത്തായി ആണെങ്കിലും, തിളക്കാണ്, എല്ലാത്തിലും എനിക്കൊരു പേരും പഞ്ചവർണ്ണം അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സീനാണെങ്കിലും അതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു പടത്തിലും ചെയ്യാനില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലൊക്കെ വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യാണ്, പുതിയ ന്യൂ ജനറേഷൻ. അതുകൊണ്ട് എനിക്കൊരു പരിഭവം ഇല്ല. ഞാൻ പോയിട്ട് സുമോദേവി സീരിയൽ ചെയ്യുന്നുണ്ട്, നല്ല അന്തസ്സായിട്ട് ആ സീരിയൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് അവാർഡും കിട്ടി. ഞാൻ അതിൽ തൃപ്തിയാണ്. കാരണം എനിക്ക് കോടികൾ ലോട്ടറി അടിക്കണം എന്ന് തീരുമാനിച്ച ആളല്ല ഞാൻ. എന്റെ ഈ സിനിമാ ജീവിതം എനിക്ക് വലിയൊരു ലോട്ടറിയാണ്. അത് വെച്ച് ആസ്വദിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്കത് മതി. അല്ല, ഇപ്പം മുമ്പ് ചേച്ചി പല ഇനാഗുറേഷൻസിനൊക്കെ പോകാറുണ്ട്. ഇപ്പോഴും പോകണ്ടല്ലോ. ഇപ്പോഴും പോലെ ഉണ്ട്. ഇഷ്ടംപോലെ എന്ത് കുറവുകളുണ്ടെന്നോ അങ്ങനെ ഒന്നുമില്ല. അതെ ചോദിച്ച ഇനാഗുറേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എനിക്ക് ഇന്നുവരെ ഇനാഗുറേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എങ്ങനെയാണെന്നറിയോ, ഇപ്പൊ എന്റെ പൈസ പറയുന്നത് ശരിയല്ല, എന്നാലും ശരി പോട്ടെ, 50,000 രൂപ എനിക്കൊരു ഇനാഗുറേഷൻ തരാന്ന് വെച്ചോ, എന്നെ വിളിക്കുന്ന ആൾക്ക് ഒരു 10,000 രൂപ കൊടുക്കണം. കാരണം അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ എനിക്ക് വേറെ ഒരു സ്ഥലത്തും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും വളരെ ഹാപ്പിയിൽ പോകുന്ന ഒരാളാണ്.
ചേച്ചി നേരത്തെ പറഞ്ഞു ഇപ്പം ഞാൻ ന്യൂ ജനറേഷന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, നേരത്തെ പറഞ്ഞു ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിന്റെ തൂങ്ങി എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് അതെങ്ങനെ നിന്റെ വായന്ന് പറഞ്ഞു വരുന്നത് എവിടെ മനവില ഞാൻ ഈ ഹോട്ട് സീറ്റിൽ വരുമ്പോ സാധാരണ കൊണ്ടുവരാറുണ്ട്. അങ്ങനല്ലേ പറഞ്ഞത്. പിന്നെ ആ ഒരു കാര്യം അറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ദാമ്പത്യ ബന്ധം എന്ന് പറയുമ്പോൾ ലിവിങ് ടുഗദർ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ഇപ്പൊ പല ആൾക്കാരും പോകാറുണ്ട്. ആ ഒരു കാര്യത്തെ പറ്റി എന്താ ചേച്ചിക്ക് തോന്നുന്നത്? എന്താന്ന് വെച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ തൃപ്തിയാണ്. കാരണം കല്യാണം കഴിച്ച ഒരുപാട് ഫ്രണ്ട്സും ആൾക്കാരുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും പ്രോബ്ലംസ് ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം ഇത് അഡ്ജസ്റ്റ്മെന്റ് അല്ല ജീവിതം. അവർ പറയണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ സ്നേഹം കൊടുത്ത് നോക്ക്, സ്നേഹം കിട്ടിയിരിക്കും. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്തോടു കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും എന്ത് പ്രശ്നം വന്നാലും ഞാൻ എന്റെ അമ്മോടും എന്റെ എല്ലാവരോടും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എന്നെ എന്തൊക്കെ പറഞ്ഞു ചീത്ത പറഞ്ഞോ ഞാൻ ക്ഷമിക്കും. കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്റെ ഒരു കുടുംബം വലുതാ. എനിക്ക് അതും പറഞ്ഞ് തല്ലിട്ട് പോകാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എന്റെ ലൈഫാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ലിവിങ് ടുഗദർ എന്ത് വേണേ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. കാരണം അത് ഓരോരുത്തരുടെ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നതാ. ഇനി ചിലപ്പോൾ അവർക്ക് തന്നെ തോന്നിണ്ടോ കല്യാണം കഴിച്ച് വെറുതെ ഡൈവേഴ്സ് ആവണ്ട, ലിവിങ് ടുഗദർ കുറച്ചാൾ നിന്നേച്ചും പോകാം അത് വിചാരിച്ച ആൾക്കാരുണ്ടാവും. ഇതെങ്ങനെയാണ് നടക്കുവോ? ഇനി ലിവിങ് ടുഗദർ നിന്ന് ആൾക്കാർ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതറിയോ? ലിവിങ് ടുഗദർ ഒരു കൊല്ലത്തോളം നിന്ന് നല്ല സുഖമായി ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കി ഇവൻ കുഴപ്പമില്ല, ഇവൻ എന്നെ നോക്കിക്കോളും എന്ന് വിചാരിച്ച് കല്യാണം നടത്തിയ ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്കറിയോ? അങ്ങനെ നടക്കുന്നുണ്ട്. അത് ഇന്നത്തെ അപ്പൊ ഞാനാണ് ഇപ്പൊ നിൽക്കുന്നത്. നീ ഇപ്പോഴും ചോദിക്കണേ ലീവിംഗ് അതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയും വരാം. ഇനി ഒരു ഉദാഹരണോട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എന്റെ മോൻ ഇപ്പൊ 15 വയസ്സ്. ഞാൻ ലിവിംഗ് ടുഗദർ മോശമാണെന്നോ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ പണ്ട് മാത്രമേ നീ അമ്മതി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്ന ആൾക്കാരെ. ഇന്നിപ്പോ എല്ലാവരും ഇങ്ങനെ നോക്കി വാട്സപ്പ് ഉണ്ട്, എപ്പോ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളുടെ ഫോട്ടോ അതേ വരുന്നു, ഇവൻ കൊള്ളാലോ എന്ന് ചോദിക്കേണ്ട കാലഘട്ടമായി. ഞാൻ പറഞ്ഞത് എന്റെ മോന്റെ കാര്യമാണ്. എന്റെ മോൻ ഇപ്പൊ പഠിച്ചു വരുന്നുണ്ട്. എന്റെ മോൻ ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ അവൻ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും അറിയോ? ഞാൻ വളർത്തിയത് 10 വർഷം ഞാൻ കൂടെ നിന്ന് വളർത്തി അഭിനയിക്കാൻ പോയത്. അതൊക്കെ എന്റെ ഇഷ്ടമാണ്. എനിക്ക് എന്റെ മോനെ നോക്കണമെന്നത് എന്റെ അവകാശം, എന്റെ ഇഷ്ടമാണ്. ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ആ കടമ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അഭിനയിക്കാൻ വന്നത്. എന്റെ മോന് 16-17 വയസ്സാകുമ്പോൾ അവൻ എന്ത് ചിന്തിക്കുന്നറിയോ? ഞാൻ UK പോയി പഠിക്കുവോ അമ്മേ, എനിക്ക് ഓസ്ട്രേലിയ പോകണം അമ്മേ. എന്റെ മോൻ പഠിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? മോൻ പോകണ്ട. അപ്പൊ അവൻ പറയണ്ട, എന്റെ വിദ്യാഭ്യാസം അമ്മയും അച്ഛനോടെ കളഞ്ഞു, മോൻ പൊക്കോ മോനെ, എന്താ വേണ്ട മോനെ എന്ന് പറഞ്ഞ് നമ്മളെ അച്ഛനും അമ്മയും അവനെ വിടുക. പിന്നെ ആരായി? പിന്നെ ഞങ്ങൾ മാത്രമായി. അപ്പൊ ഇന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ കാലമല്ല. പണ്ട് നമുക്ക് പ്രീ-ഡിഗ്രി, BA, BCom എന്തൊക്കെ പഠിക്കുക, അതുവരെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇന്ന് പ്രീ-ഡിഗ്രി അങ്ങ് കഴിയുമ്പോഴത്തേന് ഇവർക്ക് അടുത്ത പുതിയ പുതിയ അധ്യായങ്ങളായി പോകണം, പഠിക്കണം. അവർക്ക് നല്ല ജോലി, 19-20 വയസ്സിന് അവർക്ക് ജോലിയായി. എവിടെ? 2-3 ലക്ഷം രൂപയുടെ ജോലിയായി. പിള്ളേരൊക്കെ മാറി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉള്ള സമയങ്ങൾ ഏറ്റവും കൂടുതൽ അവരെ സ്നേഹിക്കാനും പരിചരിക്കാനും നിൽക്കണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാൻ നോക്കുക. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. കുടുംബത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിയാൽ മാത്രം മതി. ഞാൻ അതെപ്പോഴും പറയുന്ന ഒരാളാണ്. ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചേച്ചി വിവാഹത്തിന് മുൻപ് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അത് പറയുന്നത് തെറ്റ്. എനിക്ക് പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് പൂക്കളെ പ്രണയിക്കുന്ന ആളാണ്, പാട്ടിനെ പ്രണയിക്കുന്ന ആളാണ്. പിന്നെ SLC പഠിക്കുമ്പോൾ മനുഷ്യന്മാർ പ്രണയിച്ചിട്ടുണ്ട്, എന്റെ പുറകെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അനൂപ് എന്നെ അത്ര ഇഷ്ടപ്പെട്ട് തന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചതാണ്. പ്രണയമില്ലാത്ത മനുഷ്യനല്ല, അറിയോ? പ്രണയം എപ്പോഴും വേണം. അത് ഞാൻ ഒരു ടിപ്സ് ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എത്ര വയസ്സായി പറഞ്ഞോ? അല്ല, ചെറിയ പ്രായം. എന്നാലും 25 വയസ്സായോ? 25 വയസ്സായോ? ഇല്ല, അതി കുറവാ. അത്രേ ആയിട്ടുള്ളൂ മോനെ. നീ പ്രണയിച്ചോ? കാരണം പ്രണയം മനസ്സിലില്ലെങ്കിൽ ആ മനുഷ്യനല്ല. എന്തിനേയും പ്രണയിക്കാം. പാട്ടിനോട് പ്രണയം തോന്നാം. പിന്നെ ഈ പ്രണയിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ആരാണ് ഇന്നത്തെ കാലത്തൊക്കെ പ്രണയിക്കാൻ എളുപ്പം മോനെ. പ്രണയം കൈവിടണ്ട, പ്രണയിച്ചോണ്ടിരിക്കെ. ഇപ്പം ചേച്ചി പുതിയ ആളുകൾ വന്നു, ചേച്ചിയുടെ പല കഥാപാത്രങ്ങളാണെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇപ്പം ജീവിതത്തിലെ ഇത്രയും കേസുകൾ വന്നേക്കുന്ന ഒരു ടൈമിലാണെങ്കിൽ 10 വർഷം മകന് വേണ്ടിയിട്ട് മാറി നിന്ന ടൈമിൽ പോലും കുറെ വേഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഈ പറഞ്ഞ സങ്കടങ്ങൾ ചേച്ചിക്ക് ഉണ്ടായിരുന്നു? അന്ന് ആണോ, അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെ വേഷങ്ങൾ ഈ പുതിയ ആൾക്കാർ വന്നതുകൊണ്ട് കിട്ടാതെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം? മോനെ, ഞാൻ 10 വർഷം എന്ന് പറഞ്ഞ സങ്കടമല്ല, എനിക്ക് സന്തോഷമാണ്. എനിക്ക് എന്റെ വീട്ടിൽ എന്റെ മോനെ ഷർട്ട് ഇട്ട് ആ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കണതും ആ താഴെ ഇറങ്ങി വരുന്നതും അവന് ചോറ് പാത്രത്തിലാക്കി കൊടുക്കുന്നതിന്റെ ഒരു സന്തോഷം എന്റെ ജീവിതത്തിൽ എനിക്ക് വേറെ കിട്ടൂല. ഞാനൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭർത്താവ് കഴിച്ച പാത്രത്തിൽ ഒരു ലേശം ചോറ് ബാക്കി കഴിക്കാന്നാണ് എന്റെ ഇഷ്ടമാണത്. അതിൽ ഞാൻ കഴിച്ചിരുന്നത്. അത് വെറുതെ പറയണതല്ല. എനിക്ക് എന്റെ വീട്ടുകാർക്ക് നല്ലത് ഭക്ഷണം കൊടുക്കുക, അവരെ നന്നായിട്ട് നോക്കുക, അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ പിന്നെ ഞാൻ പടത്തിലെ റോളാണ് നോക്കിക്കേണ്ടത്. ഇത് കഴിഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, അമ്മയല്ല, അമ്മൂമ്മയല്ല, വല്യമ്മയല്ല, ആരായാലും ഞാൻ അഭിനയിക്കും. എനിക്ക് അങ്ങനത്തെ റോളൊന്നും ഞാൻ അഭിനയിക്കും. ഇനി സമയമുണ്ട് എനിക്ക് അഭിനയിക്കാന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വേഷങ്ങൾ കിട്ടിയില്ലെന്നുള്ള ഒരു പരാതിയോ ഒരു വിഷമോ എനിക്കില്ല. ചേച്ചി മുമ്പ് ഒരിക്കൽ ഒരു അബ്ദുൽ കലാം ജി അവാർഡ്
കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അധികം ആൾക്കാരൊന്നും അതൊന്നും അറിയാണ്ട് പോയത്? അതാ പറഞ്ഞ നല്ല ഇപ്പൊ ഞാൻ നിന്നെപ്പോ ഒന്ന് തല്ലട്ടെ, ഞാൻ ഒന്ന് തല്ലട്ടെ, തല്ലിക്കഴിഞ്ഞാൽ ഈ വാർത്ത ഭയങ്കര ന്യൂസ് ആയിരിക്കും. അല്ല, ഞാനൊരു ആങ്കർ ആണ്, അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അത് വേഗം ന്യൂസ് വരും. ഇപ്പൊ എനിക്ക് കഴിഞ്ഞൊരു അവാർഡ് കിട്ടി, എത്ര പേര് പറഞ്ഞു? എനിക്കൊരു അവാർഡ് ഈ നമ്മുടെ മൈൽസ്റ്റോൺ തന്നെ തന്നിട്ടുണ്ട്. ഈ അവാർഡ് എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവും? അതേസമയം വേറെ എന്തെങ്കിലും ഒരു വിഷയം വന്ന് നോക്കിയേ. ഇപ്പൊ ഞാനായിരിക്കും ചാനൽ മുഴുവൻ, പ്രിയങ്ക ആയിരിക്കും ചാനൽ മുഴുവൻ. ഞാൻ മാക്സിമം ഒഴിഞ്ഞു പോകുന്ന ആളാ, എനിക്ക് താല്പര്യമില്ല, കുപ്രസിദ്ധി ഒന്നും കേൾക്കാൻ എനിക്ക് ഇനി താല്പര്യമില്ലാത്ത ആളാ. ഞാനൊന്നും നിൽക്കാറുമില്ല. പിന്നെ നിന്നെ തല്ലണമെന്ന് എനിക്ക് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട്, കാരണം നിന്റെ വർത്തമാനം കേട്ട് എനിക്ക് 28 ഹോട്ട് സീറ്റാ കസാരൂരിയും ഹോട്ട് സീറ്റ് ചെയ്യുമ്പോ ഞാൻ കുറെ ഹോട്ട് സീറ്റ് കണ്ട ആൾ തന്നെ. എനിക്ക് ആ ഒരു പേടിയൊന്നും ഇല്ലെന്ന് ഞാൻ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഹോട്ട് സീറ്റ്? കാര്യങ്ങൾ ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയണം. പക്ഷെ ആ ഉത്തരം മുട്ടി പോയത് കൊണ്ടല്ല ഞാൻ ഉത്തരം മുട്ടിയിട്ടില്ല. ആരാടാ ഉത്തരം മുട്ടി? നീ ചോദിച്ചല്ല. പിന്നെ ഉത്തരം ഞാൻ മുട്ടി നിന്നൊന്നും പറഞ്ഞത് ചേച്ചി എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? ചേച്ചി അവിടെ നിന്നാണെങ്കിൽ മാറ്റിയിട്ട് ഈ ഒരു കാര്യം പറയും. എന്നാൽ ഞാൻ മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ന്യൂ ജനറേഷന്റെ ഒപ്പമാണെന്ന് പറയുമ്പോൾ ന്യൂ ജനറേഷൻ ചേച്ചി ഇത് ആണിനും പെണ്ണിനും ഈക്വൽ ആയിട്ടുള്ള ചിന്തയുണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ് ന്യൂ ജനറേഷൻ. എന്റെ പൊന്നെ, നിനക്കത് തോന്നാൻ നിന്റെ വയസ്സ് ഇത്രേ ആയിട്ടുള്ളൂ മോനെ. നീ സത്യം പറഞ്ഞാൽ ഇനി ഇന്റർവ്യൂ കുറച്ചുകൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇവരോട് പറഞ്ഞിട്ട് പോവാ, ഇതെല്ലാം ഇന്റർവ്യൂ ചെയ്യേണ്ടത് കുറച്ചും കൂടെ കാര്യങ്ങളായിട്ടുള്ള ഗൗരവത്തിൽ പഠിക്കണം. അല്ലാതെ എന്റെ വേറെ കുറച്ച് ഇന്റർവ്യൂസ് ഉണ്ട്, അത് ചേച്ചിക്ക് കാണാം. എന്റെ പൊന്നു മോനെ, ഞാൻ നിന്റെ ഇന്റർവ്യൂ ജന്മത്ത് കാണൂലെന്ന് തീരുമാനിച്ചു. കാരണം എന്താ വെച്ചാൽ ഈ മാതിരി ചോദ്യങ്ങളൊക്കെ ആയിരിക്കില്ലേ. ഇപ്പോഴും നീ കടിച്ചു പോകണ ഒറ്റ കാര്യത്തിൽ തന്നെയാ. 2050 കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമില്ലേ. ഇപ്പൊ ഞാൻ പറയണു, ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ നിർത്തിയതാ. ഒട്ടും പേടിയില്ലാത്ത അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്റെ പ്രായം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ്, ഈ പ്രായം ഒന്നും മാറുന്നതിന് മുന്നിൽ പറയാത്തത് നാളുകളിൽ ഇനി വേഷങ്ങളൊന്നും കിട്ടില്ല എന്നുള്ള പേടി കൊണ്ടാണോ? അങ്ങനെ പേടിയില്ല എന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ആ ഒരു പ്രായം ചേച്ചിയുടെ പറയാവുന്നതാണ്. കാര്യം പല ആൾക്കാരും പ്രായം പറയാനെ കൊണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു, ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിയുടെ പ്രായം എന്താണ്? എന്റെ പ്രായം നീ കല്യാണം ആലോചിക്കാൻ വന്നാണോടാ? അല്ല, ഞാൻ ചോദിട്ടെ, നീ കുറെ നേരം കൊണ്ട് ആവശ്യമില്ലാതെ സ്റ്റോപ്പ് ചെയ്യാൻ നിന്റെ ഹോട്ട് സീറ്റ്, സ്റ്റോപ്പ് ഇറ്റ് ഹോട്ട് സീറ്റ്. ഞാൻ ചോദിട്ടെ, നിങ്ങളൊന്ന് ക്യാമറ കട്ടി. കുറെ നേരം കൊണ്ട് ഇവൻ, ഞാൻ ചോദിട്ടെ, ഞാൻ മര്യാദയ്ക്ക് എല്ലാവർക്കും ഇന്റർവ്യൂ കൊടുക്കുന്ന ആളാ. നീ ഇനി എന്റെ പ്രായമാണ് നീ എന്നെ കല്യാണം ആലോചിക്കാൻ പോവാ? അല്ല, എത്ര പേടിയില്ലാത്ത ഒരാൾ എന്തിനാണെങ്കിൽ നീ മിണ്ടാതിരിക്കും. ഈ പോയി നിന്റെ പണി നോക്ക്. കുറെ നേരം കൊണ്ട് അവൻ പ്രായം ചോദിക്കുക. നീ എന്താ കല്യാണം നടത്താൻ വന്നതാണ് ഈ ചാനലിൽ? ചേച്ചി നാളുകളിൽ വേഷങ്ങൾ എനിക്ക് പ്രായമില്ല. പ്രായം വെച്ചുള്ള വേഷം ചെയ്യാതിരിക്കുന്ന ആളല്ല ഞാൻ. അല്ല, എങ്കിൽ പിന്നെ നിന്നോട് വേണ്ട ആവശ്യം എനിക്ക് എന്തിരിക്കുന്നു? ശരി, എനിക്ക് പ്രായം 35. എന്താ ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ട്. അപ്പൊ പിന്നെ നീ ശരി 35 തന്നെ നീ വെച്ചോ. നിന്റെ കാര്യം നോക്കി എനിക്ക് പോകാൻ നോക്കും. മതി, ഇത്രയും ഇന്റർവ്യൂസ് ഒക്കെ മതി നമുക്ക്. നീ വേറെ ആരെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് ഒരു കാര്യം ചെയ്യും, ക്യാമറ ഓണാണില്ലേ ഇവന് വേറെ ആരെങ്കിലും കൊണ്ട് വെച്ച് കൊടുക്കുക. എന്നെ പോലെയുള്ള ആൾക്ക് ഇന്റർവ്യൂ ആയിട്ട് മുഖമല്ല. ഒന്നാമത് ഇവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. മീശയില്ല, എന്റെ മുഖം നോക്കിക്കാൻ മനുഷ്യൻ ഭ്രാന്ത് കയറും. ഉത്തരങ്ങൾ മുട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ ചെയ്യാൻ പറ്റും. ഉത്തരം മുട്ടണത് നിനക്ക. നീ ഇപ്പൊ പറഞ്ഞത് ഞാൻ കേട്ട്. ഇതൊന്നും കണ്ടാ പേടിച്ചോടുന്ന ആളല്ല ഞാൻ. നീ വേറെ എന്ത് ഉത്തരം വേണ്ടി മതിടാ. ഇത്രയും സമയം നിനക്ക് തന്നത് തന്നെ കൂടുതലാണ്. ഇനി സമയം തന്നാലേ ദൈവം പോലും പൊറുക്കൂല. ഈ ഹോട്ട് സീറ്റില് എനിക്ക് ധൈര്യമായിട്ട് ഇരിക്കാനും അറിയാം, ഉത്തരം മുട്ടാതെ സംസാരിക്കാനും അറിയാം. ചോദ്യം ചോദിക്കാൻ അറിയാത്ത നീയാണ് ആദ്യം ഇറങ്ങി പോണ്ടത്. പോടാ, ഇറങ്ങിപ്പോ. ഇല്ല, എന്റെ ജോലിയാണ് കഴിഞ്ഞത്. ഞാനാണല്ലോ ഉത്തരം പറയാനിരിക്കുന്നത്. എന്റെ റോളിൽ നീ ഇറങ്ങിപ്പോ ആദ്യം. അല്ല, എന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറോട് പറയാം, അല്ലെങ്കിൽ എനിക്ക് ക്യാമറ എല്ലാം അവിടെ ചോട്ടി പൊളിക്കണോ അത് നീ ഇറങ്ങി പോകണം. ഞാൻ പ്രോഗ്രാം നീ ആദ്യം ഇറങ്ങിപ്പോ. ഈ ഷോയുടെ നീ ഇറങ്ങി പോയാൽ ഡയറക്ടർ ഉണ്ട്. ഡയറക്ടറാണ്, എനിക്ക് പോകാൻ പറ്റില്ല. ഡയറക്ടർ പറയിപ്പിക്കണേ, ക്യാമറ എടുക്കുക. ഡയറക്ടർ പറയുന്നുണ്ടോ ഇല്ലയോ? ഇവനെ ആദ്യം ഇവിടുന്ന് പുറത്തു വിടണം. മതി, അത്രയ്ക്കുള്ളത് മതി.